അവസാനമായി അവിടുത്തെ മുഖം ഒന്ന് കാണാൻ, ജനാസ പരിപാലനത്തിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ തന്നെ മഹാനവറുകളുടെ മഹത്വവും പദവിയും ഒരിക്കൽ കൂടി അറിയിക്കാൻ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. മഹാനരായ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അറിയപ്പെടുന്നത് അവരുടെ ജനാസയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ, ജനാസ സംസ്കരണത്തിന് വേണ്ടി എത്തിച്ചേരുന്ന വിശ്വാസി സംഘങ്ങൾ വിയോഗത്തിന് ശേഷം അവർക്ക് വേണ്ടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ, ആത്മീയമായ ഖുർആൻ പാരായണമടക്കമുള്ള ആത്മീയമായ ഉപഹാരങ്ങൾ, ഇതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളുടെ വിലാസമായി മഹത്തുക്കൾ എണ്ണുകയാണ്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കോടിക്കണക്കിന് തഹ്ലീലുകളും പതിനായിരക്കണക്കിന് ഖത്മുകളും മഹാനവറുകളുടെ ആത്മീയോദ്യാനത്തിലേക്ക് വിശ്വാസികൾ സമർപ്പിച്ചു കഴിഞ്ഞു. സമീപകാലത്ത് നമ്മൾ അറിഞ്ഞ വിയോഗങ്ങളിൽ തീർത്തും അത്ഭുതാവഹമായ, അല്ലെങ്കിൽ ഗ്രാമാന്തരങ്ങൾ മുതൽ നഗരപ്രദേശങ്ങൾ വരെ ഇത്ര വ്യാപകമായി അനുസ്മരണ സംഗമങ്ങളും ആത്മീയോപഹാര സമർപ്പണങ്ങളും ലഭിച്ചവർ സമീപകാലയളവിൽ നമ്മൾ ആരെയും ദർശിച്ചില്ല. അത്രയും ഉജ്ജ്വലമായ, അത്രയും ഉന്നതമായ ഒരു വ്യക്തിപ്രഭാവമാണ് താജുൽ ഉലമ റഹിമഹുല്ലാഹ്. അല്ലാഹു അവിടുത്തെ പദവി പറുദീസയിൽ ഉയർത്തി നൽകുകയും പാരത്രിക ലോകത്ത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ അവിടുത്തെ അനുയായികളായി എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തണൽ വിരിച്ച് നേതൃത്വം നൽകുന്ന മഹാന്മാരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമുക്ക് റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. താജുൽ ഉലമയുടെ സ്ഥാനത്തേക്ക് സമസ്തയ്ക്ക് നേതൃത്വം നൽകുന്ന നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഏറെക്കാലം അവിടുത്തെ തണൽ അല്ലാഹു നമുക്ക് അനുഗ്രഹമായി നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ,
ആനുകാലിക സാമൂഹിക ഘടനകൾ ഭൗതികമായ അതിപ്രസരത്തിന്റെയും വഴിവിട്ട ജീവിത കാഴ്ചപ്പാടുകളുടെയും സാമ്പത്തിക മോഹത്തിന്റെയും താൽക്കാലിക വിജയത്തിന്റെ നിദാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിത കാഴ്ചപ്പാടുകൾ അട്ടിമറിക്കപ്പെട്ട ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല. വിശ്വാസികളായ ആളുകൾ ഉത്തമമായ ജീവിത ലക്ഷ്യം ഉള്ളവരായിരിക്കണം. വിശ്വാസികളുടെ ഓരോ സ്പന്ദനങ്ങളും ഉന്നതമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരിക്കണം. ഇവിടെയുള്ളതെല്ലാം അനുഭവിക്കുമ്പോഴും സമീപിക്കുമ്പോഴും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന അനാവരണം, അവബോധം അനിവാര്യമായും ഉണ്ടാകുന്ന ആളുകളാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. ഇന്നത്തെ പുതിയ ജനത ഒരുപാട് പുതുമകളെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും സാങ്കേതിക സംവിധാനങ്ങളെയും അധികരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിന ജീവിതം സാങ്കേതികതയുടെ മേച്ചിൽപ്പുറങ്ങളെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലളിതവും വിനീതവുമായ ഈ ഭൗമികമായ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യത്തെ നിർണയിക്കുകയും അനുകൂലമായ രീതിയിൽ സമീപിക്കുകയും ചെയ്യുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സാമ്പത്തികമായ സമാഹരണത്തിനു വേണ്ടിയാണോ? അധികാരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണോ? ഭൗതികമായ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണോ? നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? വളരെ ചുരുങ്ങിയ ദിനരാത്രങ്ങളിൽ മനുഷ്യൻ ഭൗതികമായ ലോകത്ത് കഴിച്ചുകൂട്ടുമ്പോൾ എവിടേക്ക്, എന്തിന്, എങ്ങനെ പോകണം എന്ന ദിശാബോധമില്ലെങ്കിൽ ഈ ജീവിതം മുഴുവനും നഷ്ടത്തിലാണ് ചെന്നു ഭവിക്കുക. സുദീർഘമായ ഒരു ഭാഷണത്തിന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നാം അറിയേണ്ടത്, നമ്മുടെ ഈ ജീവിതത്തിന് ഉദാത്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഇവിടുത്തെ ഓരോ നിമിഷങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് ദസ്തൂറെ അമൽ, കർമ്മകാണ്ഡങ്ങളുണ്ട്.
ജീവിതത്തിന് വ്യക്തമായ ഒരു കർമ്മ കാണ്ഡം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏതു വഴിയാണ് മുന്നോട്ട് പോകേണ്ടത്, കൃത്യമായ ഒരു നിർണയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ളതല്ല ഈ ഭൗതികമായ ജീവിതം. മറിച്ച് ഈ ലോകത്തിന്റെ സ്രഷ്ടാവും പരിപാലകനുമായ അല്ലാഹു ജല്ല ജലാലുഹു എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു വഴി നിർണയിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായ ഒരു വഴി നിർണയിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ ഇഷ്ടം പോലെ പരമസ്വാതന്ത്ര്യമായി നമ്മളെ പറഞ്ഞു വിട്ടതല്ല. ആ വഴിയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഇരപകലുകളും ഇടപെടലുകളും ഏതു വിധേനയാകണമെന്ന് നിർണയിച്ചു വെച്ചു തന്ന നിയമമാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഏതു വിധേനെ വിനിയോഗിക്കണം, ചിന്തയും ചലനവും ആലോചനയും ഇടപെടലുകളും എല്ലാം ഏതു വിധേനയാകണം എന്ന് നിർണയിച്ചു തന്ന നിയമവ്യവസ്ഥിതിയാണ് ഇസ്ലാമിക ശരീഅത്ത്. അതിനെ പാലിക്കുമ്പോഴാണ് ജീവിതം അതിന്റെ നിർണിതമായ പാതയിലൂടെ മുന്നോട്ട് പോവുക. ആ ശരീഅത്തിനെ കൃത്യമായി നമ്മളിൽ പഠിപ്പിച്ചു തരാൻ നിയുക്തരായ ആളുകളാണ് മഹാന്മാരായ പ്രവാചക ശ്രേഷ്ഠന്മാർ. ശരീഅത്തിനെ ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ആളുകൾ, സമ്പൂർണമായ ശരീഅത്തിനെ നമുക്ക് എത്തിച്ചു തന്ന നായകർ, എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഏതു വിധേനയാകണമെന്ന് ചോദിച്ചാൽ, നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ലോകത്തിന് മുഴുവനും ഉടമസ്ഥനായ അല്ലാഹു തആല എങ്ങനെ ജീവിക്കുവാൻ നമ്മെ പഠിപ്പിച്ചുവോ, ആ സന്ദേശത്തെ പ്രവാചകന്മാർ എങ്ങനെ പരിചയപ്പെടുത്തിയോ, പ്രവാചകന്മാരിൽ നമ്മുടെ നേതാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതു വിധേനയാണോ നമ്മെ പരിചയപ്പെടുത്തിയത്, ആ വിധേനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വിജയത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാവുക. വിജയിച്ചവർക്കുള്ള വീടാണ് സ്വർഗം. ഭൗതികമായ ജീവിതത്തെ ഇലാഹി നിർദ്ദേശങ്ങൾക്കനുസൃതമായി പരിപാലിച്ച് സസൂക്ഷ്മമായി പ്രയോഗം നടത്തിയ ആളുകൾക്ക്, വിജയം നേടിയവർക്ക് അല്ലാഹു തആല നൽകുന്ന ജയത്തിന്റെ ഭവനമാണ് സ്വർഗം എന്ന് പറയുന്നത്. എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ ഔദാര്യങ്ങളുടെയും കേദാരമായ അല്ലാഹു റബ്ബുൽ ആലമീൻ വിശ്വാസികളായ ആളുകൾക്ക്, വിജയികളായ ആളുകൾക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഭവനമാണ് സ്വർഗീയമായ ആരാമം. ആ സ്വർഗീയ ആരാമത്തിലേക്ക് നമ്മുടെ ജീവിതം എത്തിപ്പെടണമെങ്കിൽ നാം പാലിക്കേണ്ടത് എന്താണ്? ലളിതമായ ഒരു ആമുഖം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പോകേണ്ട വഴി വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം. ആ നേർമാർഗത്തെ നമ്മുടെ മുമ്പിൽ
വ്യക്തമായും ശക്തമായും അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമൊക്കെ പോകുന്ന അബദ്ധസഞ്ചാരത്തിന്റെ വഴികൾ, അപകടം പതിയിരിക്കുന്ന മാർഗങ്ങൾ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബഷീറൻ വനദീറ, സുവിശേഷവും താക്കീതും രണ്ടും നൽകിയ നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുവിശേഷവും താക്കീതും അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ജയത്തിന്റെയും മേന്മയുടെയും മുന്നേറ്റത്തിന്റെയും പാതകളെ പാലിച്ചവരായി നമ്മൾ മാറുക. അപ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണ്? അല്ലാഹുവിലേക്ക് പോകാനുള്ള വഴി ഏതാണ്? إذ لا دليل على الطريق إلى الإله إلا متابعة الرسول المكملا في حاله وفعله ومقاله وتتبعا وتابعا لا تعدلا. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, إذ لا دليل على الطريق إلى الإله, അല്ലാഹുവിലേക്ക് എത്തിച്ചേരുവാനുള്ള വേറെ മാർഗങ്ങളില്ല, പടച്ചവനിലേക്ക് എത്തിച്ചേരുവാൻ വേറെ മാർഗങ്ങളില്ല. ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്പൂർണമായ വ്യവസ്ഥിതികൾ ലോകത്തിനു നൽകിയ നായകർ, ലോകമാകമാനമുള്ള മാനവികതയുടെ മോചനത്തിന്റെ ശരിയായ മാർഗമേതാണെന്ന് ഭ്രംശമില്ലാതെ പഠിപ്പിച്ചു തന്ന നായകർ, ലോകത്തിന്റെ മുഴുവനും നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. സദസ്സിൽ നിന്ന് നന്നായി സ്വലാത്ത് ഉയരണം, നല്ല പ്രതികരണമുള്ള സദസ്സാവണം. എന്ന് പറഞ്ഞാൽ ആദ്യം പ്രസംഗിക്കാൻ നിൽക്കുമ്പോ സലാം പറഞ്ഞാൽ മടക്കുന്നത് വളരെ കുറവാണ്. ഞാൻ അങ്ങനെ കുറെ വേദികൾ സലാം പറയാറില്ലായിരുന്നു. അപ്പൊ ചില വിശ്വാസികൾ എന്തേ സലാം പറയാതെ തുടങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് തന്നെയും ഇവിടെ ഇന്ന് സലാം പറഞ്ഞപ്പോ ആകെ 1-2 ആളുകളാണ് സലാം മടക്കി കേട്ടത്. നമ്മൾ സദസ്സിന്റേതായ ചിട്ടവട്ടങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കേൾക്കുമ്പോൾ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അത് നമ്മുടെ അദബിന്റെയും സദസ്സിന്റെ അലങ്കാരത്തിന്റെയും അതുപോലെ ഒരുപാട് മഹത്വങ്ങളുടെ ചിഹ്നമാണ് സ്വലാത്ത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്കുള്ള വഴി സമ്പൂർണരായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യലാണ്. അവിടുത്തെ കർമ്മവും അവിടുത്തെ ചലനങ്ങളും സമീപനങ്ങളുമെല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ട് അനുധാവനം ചെയ്യുകയല്ലാതെ സ്വർഗത്തിലേക്ക് വേറെ വഴിയില്ല. ആനുകാലിക മുസ്ലിം യുവതയോട് കൂടുതൽ പറയാനുള്ളത്, ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ ബോംബ് വീണ് മുസ്ലിങ്ങൾ മരിക്കുക എന്നല്ല, മറിച്ച് ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ മുസൽമാന്റെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഇസ്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കർമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയാൽ ആ മേഖലയിലെ ഇസ്ലാം മരിക്കുകയാണ്. അതുപോലെ ഓരോ ആചാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അനുസൃതമായി പെരുമാറിയില്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാം മരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിമിന്റെ തന്നെ വരികൾ കാണാം, യാ അയ്യുഹർ റജുലുൽ മുരീദു നജാതഹു
اسمع مقالة ناصح معواني كن في أمورك كلها متمسكا بالوحي لا بزخارف الهذيان وانصر كتاب الله والسنن التي جاءت عن المبعوث بالفرقان واضرب بسيف الوحي كل معطل ضرب المجاهد فوق كل بنان واحمل بعزم الصدق حملة مخلص متجرد لله غير جبان. അതാ ഇബ്നുൽ ഖയ്യിമിന്റെ നൂനിയിൽ തന്നെ എഴുതുകയാണ്, യാ അയ്യുഹർ റജുലുൽ മുരീദു നജാതഹു, അല്ലയോ വിജയം ആഗ്രഹിക്കുന്ന മനുഷ്യ, വിജയത്തിന്റെയും മുന്നേറ്റത്തിന്റെയും വഴികൾ ആഗ്രഹിക്കുന്ന മനുഷ്യ, എന്നാൽ ഈ ചെറിയ ഉപദേശം ഒന്ന് ശ്രദ്ധിക്കണേ. കുൻ ഫീ ഉമൂരിക കുല്ലിഹാ മുതമസ്സികാ ബിൽ വഹീ ലാ ബിസഖാറുഫിൽ ഹദയാനി. താൽക്കാലികമായ ആസ്വാദനങ്ങളുടെയും നൈമിഷികമായ ഉന്നതങ്ങളുടെയും നൈമിഷികമായ ആനന്ദങ്ങളുടെയും നടുവിലേക്ക് നീ പോകാതെ വിജയം ആഗ്രഹിക്കുന്ന മനുഷ്യ, നീ പോകേണ്ടത് എവിടേക്കാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാധികാരിയായ പടച്ചവനിൽ നിന്ന് വഹയ് മുഖേന സ്വീകരിച്ചു വന്ന നിയമങ്ങളെയാണ് നീ പിൻപറ്റേണ്ടത്. അല്ലാതെ ഭൗതികമായ ജാടക്രമങ്ങളുടെ പിന്നിലല്ല നീ പോകേണ്ടത്. മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ പാതയാണ് നീ പിൻപറ്റേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ചര്യകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയല്ലാതെ മോചനത്തിന് വേറെ മാർഗമില്ല. അതാണ് മഹാന്മാര് മുഴുവനും പറയുന്നത്. നീ സ്വീകരിക്കേണ്ടത് കുൻ ഫീ ഉമൂരിക കുല്ലിഹാ മുതമസ്സികാ بالوحي لا بزخرف الهذيان. നൈമിഷികമായ ആനന്ദങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും ആലയങ്ങളിൽ കിടന്നുകൊണ്ട് അനന്തമായ ഉദ്യാനത്തെ നീ നഷ്ടപ്പെടുത്താൻ പാടില്ല. അനന്തമായ ഉദ്യാനം ഏതാണ്? സ്വർഗമാണ്. അതിന് നേതൃത്വം നൽകുന്നതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഒന്നാമതായി എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ടത്, ഓരോരുത്തരുടെയും ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന് മധുരമുയരാൻ കഴിയണം. അതാണ് അല്ലാഹും റസൂലും അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലും എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുമ്പോഴാണ് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുക. ഈമാനിന്റെ മധുരം അനുഭവിക്കുന്നവനാരാണ്? എല്ലാവരെക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണ്. പ്രിയമുള്ള സഹോദര, അള്ളാഹുവിന്റെ നിയമവും നിന്റെ താല്പര്യവും രണ്ടു പക്ഷത്തായാൽ അള്ളാഹുവിന്റെ നിയമത്തെ പാലിക്കുന്നവനാരാണ്? അവരാണ് അള്ളാഹുവിനെ സ്നേഹിച്ചവൻ. അള്ളാഹുവിന്റെ നിയമവും നിന്റെ താല്പര്യവും രണ്ടു പക്ഷത്തായാൽ നീ അള്ളാഹുവിന്റെ നിയമത്തെ പാലിക്കുമ്പോഴാണ് പടച്ചവനെ അംഗീകരിക്കുന്നവനാവുക. വല്ലദീന
വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള ആളുകൾ അല്ലാഹുവിനെ ഏറെ പ്രിയം വെക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈമാനിന്റെ കക്ഷികളാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ ഉയർന്ന ആളുകളാണ് എന്നെല്ലാമുള്ള അവകാശബോധങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങളെ എത്രമാത്രം നമ്മളെ പരിഗണിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ താല്പര്യങ്ങളെ നമ്മൾ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരാ, നീ ജീവിതത്തിന്റെ ഉപാധികൾ കണ്ടെത്തുന്ന നേരത്ത് അള്ളാഹുവിന്റെ താല്പര്യവും നിന്റെ താല്പര്യവും രണ്ട് പക്ഷത്തായാൽ നീ ആരുടെ താല്പര്യത്തെയാണ് പരിഗണിക്കുന്നത്? ആധുനിക ലോകത്ത് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്ന നിലയിൽ ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കാതെ സാമ്പത്തിക ആർജവത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന യുവാക്കളുള്ള കാലമാണ് സഹോദരാ. നിന്റെ താല്പര്യം എങ്ങനെയെങ്കിലും പണം വേണമെന്നാണ്. അള്ളാഹുവിന്റെ താല്പര്യമോ ഹലാലല്ലാതെ എടുക്കാൻ പാടില്ല എന്നാണ്. ഇവിടെയാണ് നീയും പടച്ചവനും രണ്ട് പക്ഷത്താവുന്നത്. നീയും പടച്ചവനും രണ്ടു പക്ഷത്താവുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യം സാമ്പത്തികമായ സമാഹരണത്തിന് വേണ്ടി അവലംബിക്കുന്ന മാർഗങ്ങൾ മുഴുവനും അള്ളാഹു അനുവദിച്ചതാകണം. അല്ലാതെ വരുമ്പോൾ നിന്റെ താല്പര്യവും പടച്ചവന്റെ താല്പര്യവും രണ്ടു പക്ഷത്തായി പോകും. പലിശാധിഷ്ഠിതമായ സാമ്പത്തിക രീതികളെ ഒരിക്കലും ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. പരിശുദ്ധമായ ഖുർആൻ പരസ്യമായി ഹറാമാണെന്ന് പ്രഖ്യാപിച്ച പലിശയോട് ഓരം പറ്റി അനുകൂലിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇന്ന് ഒരുപാട് യുവാക്കൾ, പുതിയ പുതിയ കച്ചവടക്കാർ പലിശയുടെയും അനാവശ്യ സാമ്പത്തിക സ്രോതസ്സുകളുടെയും ചാരത്തേക്ക് എത്തിച്ചേരുമ്പോൾ സോഴ്സ് ഓഫ് ഇൻകം അവർ ചിന്തിക്കുന്നില്ല. ഹറാമായ സാമ്പത്തിക സമാഹരണത്തിന് വ്യത്യസ്തങ്ങളായ മേഖലകൾ സ്വീകരിക്കുന്ന കാലമാണ്. സഹോദരാ, അറിയുമോ? വമാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ചു വന്ന ഒന്ന് നരകത്തോട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, ഹറാമായ സാമ്പത്തിക സമാഹരണം നടത്തിയാൽ അതിന്റെ പ്രത്യുൽപ്പന്നമായി വരുന്നത് മുഴുവനും നിഷിദ്ധമാണ്, നരകത്തോട് ബന്ധപ്പെടുന്നതാണ്. നിന്റെ ഭാര്യ മക്കളെ പോറ്റാനും പരിപാലിക്കാനും നീ സമാഹരിക്കുന്ന സമ്പാദ്യം മുഴുവനും കച്ചവടത്തിൽ വെട്ടിപ്പ് നടത്തിയവനാണെങ്കിലും മറ്റേതെങ്കിലും തട്ടിപ്പ് നടത്തിയവനാണെങ്കിലും അവിഹിതമായ സാമ്പത്തിക മേഖലകളെ അനുഭവിക്കുന്നവനാണെങ്കിലും അവനെ നരകത്തിലേക്ക് നയിക്കുകയാണ്, അവന്റെ ആശ്രിതരെയും അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സഹോദരാ, നിന്റെ സാമ്പത്തിക മേഖലകൾ മുഴുവനും നിന്റെ താല്പര്യത്തിനല്ല, പടച്ചവന്റെ താല്പര്യത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കണേ. അപ്പോഴല്ലേ നീ ഈമാനിന്റെ ആളാകൂ. ഈമാനില്ലാത്തവർക്ക് സ്വർഗമില്ല. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത ഏതാണ്? സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്താണ്? അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഒന്ന് പരിപാലിക്കണേ സഹോദരാ. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിന്റെ താല്പര്യവും അള്ളാന്റെ താല്പര്യവും രണ്ട് ദിശയിലായാൽ, നീ നിന്റെ താല്പര്യങ്ങൾക്കാണ് നീ പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ അബ്ദുൽ ഹവാ, അവൻ ദേഹേച്ഛയുടെ അടിമയാണ്, അവൻ ദേഹീയമായ താല്പര്യങ്ങളുടെ ദാസനാണ്. അവൻ പടച്ചവനാകുന്ന ഉടയവന്റെ അടിമയായിട്ടല്ല ജീവിക്കുന്നത്, അവന്റെ താല്പര്യങ്ങളുടെ അടിമയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്താണ്? അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ.
നിങ്ങളെയും നിങ്ങളുടെ ആശ്രിതരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരുങ്ങുമ്പോഴാണ് ശരിയായ വഴിയിൽ സഞ്ചരിക്കുന്നവരായി നിങ്ങൾ മാറുക. അപ്പോഴല്ലേ നീതിയുടെയും ന്യായത്തിന്റെയും വഴിയിലേക്ക് വരിക. അടിസ്ഥാനപരമായി വേണ്ട യോഗ്യത എന്താണ്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അല്ലാഹു എന്ന ബോധമുണ്ടാവുക എന്നത് അടിസ്ഥാനപരമായി വേണ്ട കാര്യമാണ്. കണ്ടില്ലേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു എന്ന ലോകം കണ്ട, ലോകത്തുള്ള അമേരിക്കയുടെയും അല്ല യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ലോകത്തുള്ള മുഴുവൻ മാനിഫെസ്റ്റോകളും എഴുതുന്ന നേരത്ത് ഒരു ഖലീഫയുടെ പേര് പറയുന്നുണ്ട്. അതാണ് രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മദീനയിലെ പാഠശാലയിൽ നിന്ന് മഹനീയമായ പാഠഭാഗങ്ങള് ലോകത്തേക്ക് പ്രവഹിപ്പിച്ചു നൽകിയ അത്യുജ്വലമായ ഭരണ വ്യവസ്ഥിതികളുടെ അത്യുദാത്തമായ ഉദാഹരണമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. രണ്ട് ചെറുപ്പക്കാര് ഒരാളെയും കൊണ്ട് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു, ഹലോ ഖലീഫ, ഹാദാ ഖതല അബാനാ, ഇയാള് ഞങ്ങളുടെ വാപ്പാനെ കൊന്നയാളാ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വേണം. ഇയാള് ഞങ്ങളുടെ വാപ്പയുടെ ഘാതകനായി, ഇയാളിൽ നിന്ന് നീതി വേണം. ഈ വിഷയവും പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ സഹോദരാ, അഖതൽത അബാഹും, നിങ്ങൾ ഇവരുടെ വാപ്പാനെ കൊന്നിട്ടുണ്ടോ? നിങ്ങൾ ഇവരുടെ വാപ്പാനെ കൊന്ന ആളാണോ? നഅം, അതെ, ഞാൻ അവരുടെ വാപ്പയെ കൊന്നിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കൊന്നത്? ഇതാ ഇവരുടെ പിതാവ് അദ്ദേഹത്തിന്റെ ഒട്ടകവുമായി എന്റെ കൃഷിയിടത്തിലേക്ക് കയറിയപ്പോ ഒട്ടകത്തെ പായിക്കാൻ വേണ്ടി ഞാൻ കല്ലെടുത്തെറിഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ എറിഞ്ഞതാണ്. അങ്ങനെ എറിയുമ്പോ ഏറെ ഒട്ടകത്തിന് പകരം ഒട്ടകത്തിന്റെ മുതലാളിയിലാണ് പതിച്ചത്. അങ്ങനെ അദ്ദേഹം മരിച്ചുപോയതാണ്. ഘാതകൻ ശരിയായ വർത്തമാനം അങ്ങ് പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ പകരം കൊല ചെയ്യാനുള്ള നിയമം വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഖലീഫ പ്രഖ്യാപിക്കുകയാണ്. അവിടെ ആരാണ്? കുബേരനാണോ, കുചേലനാണോ, ഗ്രാമീണനാണോ, പട്ടണവാസിയാണോ, വെളുത്തവനാണോ, കറുത്തവനാണോ, യാതൊരു വ്യതിയാനങ്ങളും അന്വേഷിക്കുന്നില്ല. അടിസ്ഥാനപരമായി അയാളുടെ മേൽ നിയമത്തിന്റെ നിർണയം നടന്നപ്പോൾ, സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം 1000 മണിക്കൂറോളം സംസാരിച്ച സീഡികൾ, അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, മറ്റു പല വിഷയങ്ങളും നിങ്ങൾക്ക് സീഡികൾ ലഭിക്കും. കഴിവുള്ളവരൊക്കെ വാങ്ങുക. അതുപോലെ ഇൻഫോ ഇസ്ലാം നല്ല ഉപകാരപ്രദമായ ഒരു മാഗസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ലേഖനങ്ങളും മറ്റുമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എല്ലാവരും കഴിവുള്ളവരൊക്കെ വാങ്ങി സഹകരിക്കുക. അപ്പോൾ ലോകം കണ്ട നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് മുഴുവനും നീതിയുടെ അത്തിവാരം പറഞ്ഞു കൊടുത്ത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കോടതിയിൽ വെച്ച് നിയമം പ്രഖ്യാപിക്കുകയാ. ഇയാളെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം അയാൾ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ മുഴുവനും നേതാവായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ, ആകാശഭൂമിയുടെ അധിപനായ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്,
എന്റെ വീട്ടിന്റെ മുഴുവനും എന്റെ കുടുംബത്തിന്റെ മുഴുവനും ഏകാവലംബിയാണ് ഞാൻ. അഥവാ എന്നെ ആശ്രയിച്ചുകൊണ്ടാണ് കുടുംബം മുഴുവനും ജീവിക്കുന്നത്. അതുകൊണ്ടൊരു 3 ദിവസം എനിക്ക് തരുമോ എന്റെ ഭാര്യയോടൊന്ന് യാത്ര പറയാൻ, എന്റെ മക്കളോടൊന്ന് വിട ചോദിക്കാൻ, എന്റെ കുടുംബത്തിനൊരു സമാധാനം പറഞ്ഞു വരാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ വെച്ച് ചോദിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്, 3 ദിവസം എനിക്ക് ഗ്യാപ്പ് തരുമോ? അപ്പോഴാണ് ഭരണാധികാരിയാണ്, നീതിനിഷ്ഠമായ വ്യവസ്ഥിതിയിലൂടെ ലോക മാനവികതയ്ക്ക് നിയമപുസ്തകത്തിന്റെ അടിസ്ഥാന സമവാക്യങ്ങളെ പറഞ്ഞുകൊടുത്ത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരെങ്കിലും ഇവിടെയുണ്ടോ? ആർക്കും ഇദ്ദേഹത്തിന്റെ വീടറിയില്ല, കൂടറിയില്ല, ഊരറിയില്ല, ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ആര് ജാമ്യം നിൽക്കാനാണ്? ഏറെ നേരം ചോദ്യമുയർന്നെങ്കിലും മറുപടി വരുന്നില്ല. അപ്പോഴാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീനെ, ഞാൻ ജാമ്യം നിൽക്കാണ്, ഞാൻ ജാമ്യം നിൽക്കാൻ പോവാ, ഞാൻ ഇദ്ദേഹത്തിന് ജാമ്യം നിൽക്കാം. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ അബൂദർറെ, ഇയാളുടെ കുറ്റം എന്താണെന്നറിയോ? അതെ, അറിയാം, അദ്ദേഹം കൊലപാതകം നടത്തിയ ആളാ. അയാളുടെ പേരറിയോ? അറിയില്ല. അയാളുടെ വീടറിയോ? അറിയില്ല. ഇദ്ദേഹം സമയത്ത് വന്നില്ലെങ്കിൽ ഈ ഉമറുൽ ഫാറൂഖിന്റെ നയം അറിയോ? അതെ, എനിക്കറിയാം. അദ്ദേഹത്തിന് പകരം എന്നെ കൊല ചെയ്ത് കളയും. എന്നിട്ടും നിങ്ങൾ ജാമ്യം നിൽക്കുകയാണോ? അതെ, ഞാൻ ജാമ്യം നിൽക്കുകയാണ്, ഞാൻ ജാമ്യം നിൽക്കാൻ പോവാ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂദർ തങ്ങൾ പറയാ, ഞാൻ ജാമ്യം നിൽക്കാൻ പോവാണ്. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അബൂദർറെ ഇദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? ഉടനെ പറയുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, വേറെ ഒന്നുമല്ല എനിക്ക് പ്രേരണ നൽകിയത്, അദ്ദേഹത്തിന്റെ മുഖത്ത് ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ട്. അദ്ദേഹം അതുകൊണ്ട് കളവ് പറയാൻ സാധ്യതയില്ല. ആ ഈമാനിന്റെ വെളിച്ചം പരിഗണിച്ചുകൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുകയാണ്. ഈമാനികമായ പ്രഭാവത്തിന്റെ പ്രതിസ്ഫുരണം മുഖകമലത്തിൽ നിന്ന് പ്രവഹിക്കുന്ന കാരണത്താലാ ഞാൻ അയാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത്. അയാളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. കിസ് ബാത് കീ കമീ ഹേ ആഖാ തെരീ ഗലി മേ, ദുനിയാ തെരീ ഗലി മേ, ഉഖബാ തെരീ ഗലി മേ. ആനുകാലിക രാഷ്ട്രീയത്തിന്റെ നയനടപടികൾ മുഴുവനും സാധാരണക്കാരനെ പരിഗണിക്കണമെന്ന്, ജനകീയമായി ഇറങ്ങിച്ചെല്ലണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ഡൽഹിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ നമ്മുടെ രാജ്യത്തെ ലീഡിംഗ് രാഷ്ട്രീയ കക്ഷികൾ മുഴുവനും ആം ആദ്മിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദര, ലോകോത്തരമായ നിയമവ്യവസ്ഥിതിയുടെ ശോഭനമായ കാഴ്ചപ്പാടുകളെ ലോക നിയമപുസ്തകത്തിന്റെ അടിസ്ഥാന സമവാക്യമായി പറഞ്ഞു തരാനുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാണ്? കിസ്റ വിറയ്ക്കും കൈസറും ഞെട്ടുന്നതാ, മുഖൗഖിസിൻ കൊട്ടാരവും വിറയ്ക്കുന്നതാ. ആ കാലഘട്ടത്തിലെ കുത്തക സാമ്രാട്ടുക്കളുടെ കോട്ടകൊത്തളങ്ങളിൽ ഇടിപ്പടക്കങ്ങൾ ഉയർത്തിയ പ്രോജ്വലമായ ഇസ്ലാമിക പ്രഭാവത്തിന്റെ മദനീ സ്വരമേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ നമ്മുടെ മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലേബലുകളെ കുറിച്ച് അറിയില്ല. ആനുകാലിക മുസ്ലിം രക്ഷിതാക്കൾക്ക് മക്കൾക്ക്
അവരവരുടെ മക്കൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാരെ പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. നമ്മുടെ മക്കൾ ഓരോ ദിവസവും പള്ളിക്കൂടത്തിൽ നിന്ന് പ്രൊജക്ടിന്റെയും അസൈൻമെന്റിന്റെയും ചാർട്ടുകളും ഷീറ്റുകളും ഫയലുകളുമായി വരികയാണ്. അതിലെല്ലാം ഏതൊക്കെയോ ചെകുത്താന്മാരുടെയും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയും സാഹിത്യ സാമ്രാട്ടുകളുടെയും പേരുകളും ഫോട്ടോകളും പറിച്ചും പതിച്ചും നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ജീവിതത്തിന്റെ ഏതോ ഒരു മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഭാഗികമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അതിൽ മിക്ക ആളുകളും ജീവിതപരമായി അനുധാവനം ചെയ്യാൻ പറ്റുന്നവരല്ല. ജീവിതക്രമത്തിലേക്ക് അവരെ പകർത്താൻ പറ്റുന്നവരല്ല. രാഷ്ട്രീയ മേലാളന്മാരുണ്ടാകാം. രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒരു മനുഷ്യ ജീവിതത്തിന്റെ കാരുണ്യപ്പറ്റുള്ള ഉദാഹരണങ്ങൾ കാണാൻ വളരെ വിരളമല്ലേ സഹോദര? ഒരു മനുഷ്യൻ എന്ന നിലയിൽ പാകപ്പെടുത്തി കൊണ്ടുവരാനുള്ള അഡ്വൈസുകൾ നൽകാൻ ഒരു ഭരണാധികാരിയുടെ ജീവിതത്തിൽ നിന്ന് കഴിയുമോ? സാധ്യമാണോ? അല്ല. അതുപോലെയുള്ള ഒരുപാട് ആളുകളെ നമ്മുടെ മക്കൾ പഠിക്കുക. അതേ സമയത്ത് ഫുള്ളി അടിമുടി അനുധാവനം ചെയ്യപ്പെടേണ്ട മഹാരഥന്മാരായ ഇസ്ലാമിക നാമങ്ങളെ നമ്മുടെ മക്കൾക്കറിയില്ല. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച മഹാരഥന്മാരായ 10 പേരാരാണ് നിങ്ങളുടെ മക്കൾക്കറിയുമോ? 4 ഖലീഫമാരുടെ പ്രാഥമിക ജീവചരിത്രം എന്താണ് നമ്മുടെ മക്കൾക്കറിയുമോ? 4 മദ്ഹബിന്റെ ഇമാമുകൾ ആരാണ്, അവരെ കുറിച്ച് നിങ്ങളുടെ മക്കൾക്കറിയുമോ? നമ്മുടെ പെൺമക്കൾക്ക് ലോകോത്തരമായി അറിഞ്ഞിരിക്കേണ്ട മഹിളാരത്നങ്ങൾ ബീവി റാബിഅയെ അറിയുമോ? ബീവി നഫീസയെ അറിയുമോ? റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. നമ്മുടെ മക്കളുടെ മനസ്സിൽ നല്ല നല്ല വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ പതിയുമ്പോൾ അവർ നല്ല വഴിക്ക് വരാൻ ചിന്തിക്കും. അതേ സമയത്ത് നമ്മുടെ മക്കളുടെ മനസ്സിൽ തോന്നിവാസികളുടെ ചരിത്രം പതിയുമ്പോൾ അവരവരുടെ വഴിയിൽ സഞ്ചരിക്കും. ആനുകാലിക യുഗത്തിൽ ബഡ്ഡിംഗ് ജനറേഷനിൽ വളർന്നു വരുന്ന പുതിയ ജനതയിൽ നല്ല നല്ല മാതൃകകളെ അവരുടെ മനസ്സിലേക്ക് പതിപ്പിച്ചു കൊടുക്കാൻ യാതൊരു ശ്രമവും കരുതി കൂട്ടി നമ്മുടെ മക്കളിൽ നമ്മൾ നടത്തുന്നില്ല. മൊബൈലിൽ നോക്കിയാലും ചാനലിലേക്ക് പോയാലും പത്രത്തിലേക്ക് പോയാലും എല്ലാം സിനിമാ സ്റ്റാറുകളുടെയും സ്പോർട്സ് സ്റ്റാറുകളുടെയും ഫിലിം സ്റ്റാറുകളുടെയും ഒക്കെ പേരുകളും ചരിത്രങ്ങളുമാ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് പതിയുന്നത്. അവരവരുടെ വഴിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് മഹാരഥന്മാരായ മുൻഗാമികളെ കുറിച്ചുള്ള പഠനങ്ങളോ അന്വേഷണങ്ങളോ ഓർമ്മകളോ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് വന്നാൽ അവർ നഫീസയാകാൻ ചിന്തിക്കും. പഴയ കാലത്ത് നമ്മുടെ സമുദായത്തിലെ ആളുകളുടെ പേരിൽ തന്നെ അതിന് ഉദാഹരണമുണ്ട്. ഒരു ഉമ്മാന്റെ ഒരു വാപ്പാന്റെയും ചിന്തയാണ് മക്കളുടെ പേരിലൂടെ പ്രതിഫലിക്കുക. ഒരു ഉമ്മാന്റെ ഒരു വാപ്പാന്റെ ചിന്തയാണ് പലപ്പോഴും മക്കളുടെ പേരിലൂടെ പ്രതിഫലിക്കുക. ഹംസ റളിയല്ലാഹു അൻഹുവിനെ താലോലിച്ച് നടക്കുന്ന ആളുകൾ എന്റെ മകന്റെ പേര് ഹംസയാകണമെന്ന് ആഗ്രഹിക്കും. ഫാത്തിമ ബീവിയെ താലോലിച്ച് നടക്കുന്ന ഉമ്മവാപ്പമാര് മകളുടെ പേര് ഫാത്തിമ എന്നാകാൻ ആഗ്രഹിക്കും. അതേ സമയത്ത് ആധുനികതയുടെ ഭ്രാന്ത് പിടിച്ചിട്ട് നാമകരണത്തിൽ പോലും അപകടകരമായ കയ്യേറ്റങ്ങളാണ് ഈ സമുദായത്തിന്റെ മക്കൾ നടത്തുന്നത്. ഏതായാലും ശരി എന്റെ സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലുള്ള മഹിഷ്ടമായ ചരിത്രതലങ്ങളെ മറന്നു പോകാൻ പാടില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ഈമാനിന്റെ വെളിച്ചമാ ജാമ്യം നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ജാമ്യം സ്വീകരിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇരിക്കുമ്പോ ഇദ്ദേഹം അങ്ങ് ഓടി മറയുകയാണ്. കൊലപാതകം നടത്തിയ പ്രതി എവിടുന്ന് വീട്ടിലേക്ക് പോയി. അബൂദർ തങ്ങൾ നോക്കിയില്ല അദ്ദേഹം എവിടേക്കാണ് പോണത്. കൂടെ ആളെ വിട്ടില്ല വീട് എവിടെയാണെന്ന് പരിശോധിക്കാൻ.
നിശ്ചയിക്കപ്പെട്ട 3 ദിവസം കഴിഞ്ഞ് അതാ കൃത്യമായി ശിക്ഷ നടപ്പിലാക്കേണ്ട നേരമാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഹാജരായി. ഭരണാധികാരിയാണ്. ജനങ്ങളെല്ലാം അതാ സന്നിഹിതരാണ്. കൊല ചെയ്യപ്പെട്ടയാളുടെ മക്കളും അവിടെ ഹാജരാണ്. നോക്കിയപ്പോൾ അബൂദർ അൽ ഗിഫാരിയും അവിടെ ഇരിക്കുന്നുണ്ട്. അബൂദർ അൽ ഗിഫാരി തങ്ങളുണ്ട്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുണ്ട്. നിയമം നടപ്പിലാക്കാനുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോഴാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂദർറേ, എവിടെ പോയി കാത്തിൽ? എവിടെ പോയി? കൊലപാതകി എവിടെയാണ്? എനിക്കറിയില്ല, ഞാനിവിടെ ഹാജരാണ്. അത് മാത്രമേ എനിക്കറിയാവൂ എന്ന് അബൂദർ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരാ, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് പൊൻകിരണങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സൂര്യൻ അസ്തമാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സൂര്യൻ അതിന്റെ ചക്രവാള സീമയിൽ നിന്ന് പൊൻകിരണങ്ങൾ പ്രവഹിപ്പിച്ചുകൊണ്ട് ദിനം അവസാനിച്ചു എന്ന് അറിയിക്കാനിരിക്കുമ്പോൾ, നിമിഷങ്ങളെ ഉള്ളൂ ഇനി സൂര്യൻ അസ്തമിക്കാൻ. എല്ലാവരും വീർപ്പടക്കി പിടിച്ചിരിക്കുകയാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നീതിയുടെ വാള് അബൂദർ തങ്ങളുടെ കഴുത്തിലേക്ക് വീഴാൻ പോവാണ്. കാരണം ഘാതകനെ കാണുന്നില്ല. അതുകൊണ്ട് ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ നീതിയുടെ വാള് അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് വീഴുമോ? എല്ലാവരും വീർപ്പടക്കി പിടിച്ച് കാത്തിരിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരാ, എല്ലാവരുടെയും നോട്ടം അബൂദറിലേക്കാ. ഇളക്കമില്ല, അനക്കമില്ല. മഹാനവറുകൾ എങ്ങനെ ഇരിക്കുകയാണ്. നിമിഷങ്ങൾ മാത്രം ബാക്കിയാകുമ്പോൾ അതാ വരുന്നു ഒരു മനുഷ്യൻ. ഘാതകൻ ഓടി പിടച്ചു വരികയാണ്. നിയമം നടപ്പിലാക്കേണ്ട നീതിപീഠത്തിന്റെ മുമ്പിലേക്ക്. എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ ഉറക്കെ വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അബൂദർ അൽ ഗിഫാരി എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ രക്ഷപ്പെട്ടല്ലോ എന്നതിന്റെ തക്ബീറാ മുഴങ്ങിയത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിങ്ങളുടെ വീട് ഞങ്ങൾക്കറിയില്ല, നിങ്ങളുടെ കുടുംബം ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ഇവിടുന്ന് വരാതിരുന്നാൽ പിടിക്കാൻ ഞങ്ങൾ ആരെയും വിട്ടിട്ടില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് ഓടിയെത്തിയത്? അപ്പൊ അദ്ദേഹം പറയാണ്, എന്റെ മേൽ നിങ്ങളുടെ വധശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ വന്നതാ. ഞാൻ വധശിക്ഷ ഏറ്റുവാങ്ങാൻ വന്നതാ. അല്ലയോ സഹോദര, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാതിരിക്കാമായിരുന്നു. എന്തേ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴി നോക്കാതിരുന്നത്? അവിടെയാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല, മഹാനായ അബൂദർ തങ്ങളുടെ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെടേണ്ട ഘാതകൻ പറയുകയാണ്, അല്ലയോ ഉമർ അൽ ഫാറൂഖ്, ഇവിടെ എന്നെ നിങ്ങൾ നിയമത്തിന്റെ പേരിൽ കൊന്നുകളഞ്ഞാൽ ഞാൻ മാത്രമേ കൊല ചെയ്യപ്പെടുകയുള്ളൂ. അതേ സമയത്ത് ഞാൻ ഇവിടെ വരാതിരുന്നാൽ വാക്ക് പാലിക്കുക എന്ന ഒരു നല്ല ഗുണം ഇവിടെ മരിച്ചു പോകും. അത് മനുഷ്യകത്തിന് നഷ്ടമാണ്. ഞാൻ കൊലയേറ്റുവാങ്ങിയ എന്റെ ശരീരമേ മരിക്കൂ. അതേ സമയത്ത് ഞാൻ ഇവിടെ വരാതിരുന്നാൽ വാക്ക് പാലിക്കുക എന്ന മഹിതമായ ഒരു മൂല്യമാണ് ഇവിടെ മരിച്ചു പോവുക. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പറയപ്പെടുന്നതിന് ഞാൻ ഭയക്കുകയാണ്.
ജനങ്ങളിൽ നിന്ന് വാക്ക് പാലിക്കുക എന്ന സൽഗുണം മരിച്ചുപോയി എന്ന് കേൾക്കേണ്ടി വരുന്നത് ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ വലിയ ദുരന്തമാ. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അബൂദർറേ, നിങ്ങൾ എന്തേ ഇദ്ദേഹത്തിന് ജാമ്യം നിൽക്കാൻ തയ്യാറായത്? അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഈമാനിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് വലിയ ധൈര്യം നൽകിയ ഘടകമേതാണ്? ഖശീതു അൻ യുഖാൽ ദഹബൽ ഖൈറു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നന്മയുടെ ഉറവ വറ്റി എന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ജനങ്ങളിൽ നിന്ന് നന്മ മരിച്ചുപോയി എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായില്ല. ഒരു മനുഷ്യൻ കുടുങ്ങി നിൽക്കുന്ന നേരത്ത് ആരാണ് ഇദ്ദേഹത്തിന് ജാമ്യം നിൽക്കുക എന്ന് ചോദിച്ചപ്പോ ആരും തയ്യാറായില്ല. അപ്പൊ ആ മനുഷ്യൻ വിളിച്ചു പറയും, നന്മയുടെ കിരണങ്ങൾ പോലും ഇവിടെ ഇല്ലേ? നന്മയുടെ ഒരു കിരണവും ഇനി ബാക്കിയാകുന്നില്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ചു പോയാൽ അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജാമ്യം നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ് രണ്ട് യുവാക്കളെ. അല്ലയോ സഹോദരന്മാരെ, നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ പറയാനുള്ളത്? ഇയാളെ കൊല ചെയ്യേണ്ട നേരമാണ്. നിങ്ങളാണ് കൊല ചെയ്യപ്പെട്ടവരുടെ അവകാശികൾ. നോക്കിയപ്പോ രണ്ടുപേരും കരയുകയാണ്. എന്നിട്ട് അവര് പറയുന്നു, ഞങ്ങളുടെ വാപ്പാനെ കൊന്നതിന്റെ പേരിൽ ഇവരെ കൊല്ലേണ്ടതില്ല. ഖശീതു അൻ യുഖാല ദഹബൽ വഫാഉ ദഹബൽ അഫ്വു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അഫ്വു വിട്ടുവീഴ്ച മരിച്ചുപോയി എന്ന് പറയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കണില്ല. ഇദ്ദേഹം സത്യവാനാണ്, നീതിമാനാണ്. ഇദ്ദേഹം സത്യസന്ധനായ കാരണത്താലല്ലേ ഇവിടേക്ക് വന്നത്. അദ്ദേഹത്തെ കൊല ചെയ്യണ്ട. नूर की सागर नूर की जलवा नूर की जल का झा मदीना तुझे सलाम. മദീനയുടെ മണൽപ്പരപ്പിൽ നിന്ന് മാനോകരുടെ ഹൃത്തടത്തിലേക്ക് പ്രവഹിച്ചുയർന്നു വന്ന നീതിനിഷ്ഠയുടെ ന്യായയുക്തിയുടെ മഹിതഭാവങ്ങളുടെ മഹിഷ്ഠ ചിന്തകളുടെ ഉത്തിഷ്ഠ വിചാരങ്ങളുടെ ഉജ്ജ്വലോദാഹരണങ്ങൾ അന്ത്യനാള് വരെ പറയാനുണ്ടെങ്കിൽ അമരത്തിരുന്ന് അധികാരം നടത്തിയ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ യുവാക്കള് പറയുകയാണ്, അദ്ദേഹത്തിന് ഞങ്ങൾ വിടുതി ചെയ്തു ഖലീഫ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ താടിയിലൂടെ ബാഷ്പഗണങ്ങൾ ധാരധാരയായി വീഴുകയാണ്. എഴുന്നേറ്റ് നിന്ന് അല്ലാഹു അക്ബർ. ഒരു ഭരണാധികാരിയുടെ സന്തോഷ മുഹൂർത്തമാണ്. അനുയായികളുടെ നല്ല നല്ല ചിന്തകൾ മുമ്പിൽ കാണുമ്പോ, പ്രജകളുടെ നല്ല നല്ല വിചാരങ്ങൾ കാണുമ്പോ നീതിമാനായ ഭരണാധികാരിയുടെ മനസ്സ് കുളിർക്കുകയാണ്, ആനന്ദത്തോടെ കരയുകയാണ്. പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും മനസ്സിലേക്ക് ഇവിടെ ചില വിചാരങ്ങൾ വരേണ്ടതുണ്ട്. എന്താ വിചാരം എന്നറിയോ? എവിടെയും നമ്മുടെ മുമ്പിൽ വരേണ്ടത് അല്ലാഹ് എന്ന ചിന്തയാ, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വിചാരമാ. തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ഈ സമുദായത്തിന്റെ കൗമാര യൗവനങ്ങളില്ലേ, പരിഷ്കാര വേഷം ധരിച്ചുകൊണ്ട് വഴിവക്കിൽ നിന്ന് കമന്റ് അടിക്കുന്ന ഈ സമുദായത്തിന്റെ യുവാക്കളോട് പറയട്ടെ, എടാ മോനെ, നിന്റെ കുപ്പായ ആരുടെ മോഡലാടാ? നിന്റെ മുതുകത്തുള്ള നമ്പർ ആരുടെ നമ്പരാടാ? നിന്റെ മാറത്തുള്ള അക്കമേത് അക്കമാടാ? ജാടയുടെ ഭ്രാന്ത് പിടിച്ചിട്ട് പടിഞ്ഞാറിന്റെ എച്ചിലും മാറത്ത് വെക്കുന്ന ആധുനിക യുവാക്കളെ, നിങ്ങൾക്കൊരു മതമില്ലേ സഹോദരാ? നിലപാടില്ലാത്തവന് എവിടെയും പോകാം.
മേൽപ്പുരയില്ലാത്തവന് തീപ്പൊരി പേടിക്കേണ്ടതില്ല. നിലപാടില്ലാത്തവന് ഏറിയ ചിലകൾ എടുക്കാം. ഈ സമുദായത്തിന്റെ മക്കൾക്ക് നിലപാട് വേണം. ഞാൻ ആരാ? അനമിനൽ മുസ്ലിമീൻ, ഐ ആം എ മുസ്ലിം. അനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്. എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി, എന്റെ വേഷം, എന്റെ ഭാഷ ഇതെല്ലാം ഇസ്ലാമിന് പറ്റുന്നതാവണം. പടിഞ്ഞാറിന്റെ എച്ചിലുകളെ മുഴുവനും തലയിൽ ഇടിച്ചു കയറ്റിയിട്ട് ഈ സമുദായത്തിന്റെ യുവാക്കള്, വിശിഷ്യ മലബാറിന്റെ മക്കളെ കുറിച്ച് പറയുമ്പോ വേദന കൂടുതലാ. കാരണം അത് ഈമാനിന്റെ ഈറ്റില്ലമായ പ്രദേശമാണ്. ഞങ്ങളുടെയൊക്കെ തിരുവിതാംകൂറില് പണ്ടേ തന്നെ ഇസ്ലാമികമായ ചൈതന്യങ്ങൾ കുറവാ, പണ്ഡിതന്മാര് കുറവാ. അതേ സമയത്ത് മലബാറിന്റെ മമ്പുറത്തിലും പൊന്നാനിയിലും വേങ്ങരയിലും ചേറൂർ ശുഹദാക്കളുടെയും മലപ്പുറം ശുഹദാക്കളുടെയും ഓമാനൂർ ശുഹദാക്കളുടെയും പൊന്നാനി ശൈഖന്മാരുടെയും ഒക്കെ നാടാ മലപ്പുറം. ഈ മലബാറിന്റെ മണ്ണിൽ നിന്ന് ഇസ്ലാമികമായ ചൈതന്യങ്ങൾ പടിഞ്ഞാറിന്റെ എച്ചിലുകളെ വലിച്ചു കയറ്റുന്ന ആധുനിക യുവാക്കളുടെ ഇടപെടൽ കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. ഗൾഫ് പണത്തിന്റെ പ്രമത്തതയിലൂടെ ഒരുപാട് അനാചാരങ്ങളെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാസി ഇന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. പ്രവാസത്തിലൂടെ നമ്മുടെ കേരളത്തിന് ഒരുപാട് കെട്ടിടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രവാസത്തിലൂടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മതസ്ഥാപനങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അതൊന്നും മറക്കുകയല്ല. അതേ സമയത്ത് പ്രവാസിയിലൂടെ നമ്മുടെ വീട്ടിലെ ആചാരങ്ങളിലേക്ക് കടന്നു വന്ന അനാശാസ്യ പ്രവണതകളിലൂടെ കല്യാണ വീടുകൾ കൂത്തരങ്ങുകളും തോന്നിവാസ കേന്ദ്രങ്ങളുമായി മാറി. അപ്പോഴാണ് ഇനി താക്കാത്തിന്റെ പരീക്ഷണം ഇടുത്തിയായി സൗദി അറേബ്യയിലേക്ക് വരുന്നത്. ഇനിയും പുതിയ പുതിയ നിയമങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഭരണാധികാരികൾ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് സ്വദേശവൽക്കരണം ഒമാനിലും കുവൈത്തിലും എല്ലാം വരുന്നത്. സൗദി അറേബ്യയിലും സ്വദേശവൽക്കരണം വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറവകളും നിലവറകളും തുറന്നു തരുമ്പോ പണത്തിന്റെയും പ്രതാപത്തിന്റെയും ആഢ്യത്വത്തിലും ജാടയിലും പ്രിയമുള്ള സഹോദരാ, പള്ളിയുടെ അകത്തളത്തിലിരുന്ന് കണ്ണീരൊലിപ്പിച്ച് വാപ്പമാര് ഉപ്പാപ്പമാര് വാനലോകത്തേക്ക് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തതാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മലപ്പുറത്തെ മലമേടുകളിൽ വളരെയേറെ അധ്വാനം നടത്തിയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ പാടത്ത് പണിയെടുത്തിട്ട് പാടത്തോട് ചേർന്ന് 4 കാലിൽ ഉയർത്തിയ ശ്രാമ്പിയിൽ കയറി മഗ്രിബ് നിസ്കരിച്ചിട്ട് ഈ സമുദായത്തിന്റെ ഉപ്പമാര് ദുആ ചെയ്തതാ. അല്ലാഹുവേ, എന്റെ മക്കൾക്ക് നിഅമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്റെ മക്കൾക്ക് അനുഗ്രഹം നൽകണേ അല്ലാ. ആ പ്രാർത്ഥനയുടെ പുലർച്ചെയായിരുന്നു ഗൾഫിന്റെ കവാടങ്ങൾ തുറന്നത്. ആ പ്രാർത്ഥനയുടെ പുലർച്ചെയായിരുന്നു നമുക്ക് സാമ്പത്തികമായ സമാഹരണത്തിനുള്ള വഴികൾ തുറന്നു കിട്ടിയത്. എന്നാൽ ഗൾഫിന്റെ സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ വരുമ്പോൾ അവര് വന്ന വഴികൾ മുഴുവനും മറന്ന് ആഢ്യത്വത്തിന്റെയും ജാടയുടെയും ലോകത്ത് ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് ധൂർത്തൻ ആശയങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, നിന്റെ ഭാര്യയുടെ വേഷം എന്താ മോനെ? നിന്റെ പൊന്നുമോൾക്ക് നീ വാങ്ങിക്കൊടുക്കുന്ന കുപ്പായ ഏതാ മോനെ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ശരീരത്തിന്റെ ഭാവവും ശരീരത്തിന്റെ ഭാഷയും മറ്റുള്ളവരെ അറിയിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടുണ്ടോ മോളെ? ഇന്ന് ബനിയൻ ടൈപ്പ് ബോഡി ഷേപ്പ് കുപ്പായങ്ങളുടെ ജ്വര, ഭ്രാന്ത നമ്മുടെ സമുദായത്തിന്റെ മക്കളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രം, സംസ്കാരം അപകടകരമായ ഒരുപാട് സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഈ സമുദായത്തിന്റെ പെൺകുടികൾ പട്ടണങ്ങൾ കീഴടക്കിയിട്ട് ആറാടുകയാ സഹോദരന്മാരെ.
റമളാനിന്റെ പുണ്യരാവുകളിൽ പോലും ചെമ്മാട്ടേക്കും തിരൂരങ്ങാടിയിലേക്കും കോട്ടക്കലിലേക്കും ഒക്കെ ചെന്നാൽ അതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെൺപടകൾ തെരുവുകൾ കൈയടക്കിയിട്ട് അധികാരം നടത്തുകയാണ്. ഈ സമുദായത്തിന്റെ ഓമന മക്കളെ ഈമാനിന്റെ അടിത്തറയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതിന് പകരം പരിഷ്കാരത്തിന്റെ പരവതാനികളിലേക്ക് കയറ്റിയിട്ട് പടച്ചവന് മറന്നുകൊണ്ടല്ലേ പുതിയൊരു യുവത ഇവിടെ വളർന്നു വരുന്നത്. വേനൽക്കാലമായാൽ അവര് ഫുട്ബോൾ ഗ്രൗണ്ടിലാ, ചില നാട്ടിലൊക്കെ വയല് വെച്ചിട്ട് ഡേറ്റ് മാറ്റി വെക്കുക. എന്താന്ന് ചോദിക്കുമ്പോ കാരണം അവിടെ ആരും മരിച്ചുപോയതല്ല, അവിടെ എന്തെങ്കിലും മഹലിന്റെ വയല് വന്നതല്ല, അവിടെ എവിടെയോ 4 ലൈറ്റ് കെട്ടിയിട്ട് പന്ത് കളിക്കുന്നതാ കാരണം. ഒരു ഉദാഹരണം പറയാ, നമ്മുടെ സമുദായത്തിന്റെ വിചാരങ്ങൾ മുഴുവനും ഈമാനികമായിരിക്കണം. നമ്മളൊക്കെ വിചാരിച്ചു 4 ചില്ലറയൊക്കെ കിട്ടി ഇനി പഴയ മലപ്പുറം കാക്കായാ പോരാ, നമുക്കൊരു അഡ്വാൻസ്ഡ് അമേരിക്കൻ, ദ റിയൽ ടേസ്റ്റ് ഓഫ് അമേരിക്ക, ദ റിയൽ സ്റ്റൈൽ ഓഫ് യൂറോപ്പ് ഒക്കെ ആകണം എന്ന് വിചാരിച്ചിട്ട് ഈ സമുദായത്തിന്റെ മക്കൾ ആത്മീയതയെ മറന്ന് ആത്മാവിനെ മറന്ന് ആത്മഹത്യാപരമായിട്ട് നമ്മൾ ചാടുക. ഇവിടെയാണ് ഓരോ മഹല്ലുകളും ചാടിപ്പോകുന്ന പെൺമക്കളുടെ ദൈന്യതകൾ പങ്കുവെക്കുന്നത്. നമ്മുടെ സമുദായത്തിന്റെ മക്കള് ആറ്റുനോറ്റ് പോറ്റിയിട്ട് വാപ്പ മരുഭൂമിയിൽ കിടന്ന് രക്തം വിയർപ്പാക്കി അധ്വാനിക്കുമ്പോഴാ പൊന്നുമോള് ആരുടെ കൂടെ പോയി? ചേട്ടന്റെ കൂടെ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത്. എത്ര വാർത്തകളാ! വാർത്ത എന്ന് പറഞ്ഞാൽ ന്യൂസ് മീൻസ് വാർത്ത, ന്യൂസ് മീൻസ് സംതിങ് ന്യൂ, സംതിങ് ന്യൂ, അതാണ് ന്യൂസ്. പക്ഷെ ഇപ്പൊ ന്യൂസ് അല്ല, ചാടിപ്പോവാന്നുള്ളത് ന്യൂസ് അല്ല. ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾ അനാശാസ്യ പ്രവണതകളിലേക്ക് ഓരോ നാടുകളിലും ഒരുപാട് അപകടകരമായി കടന്നു വരികയാണ്. അറിഞ്ഞതിനേക്കാൾ എത്രയോ അറിയാത്തത് അരമനകളിൽ ചീഞ്ഞു നാറുകയാണ്. എവിടെയെന്ന് ചോദിച്ചാൽ ജന്മം നൽകിയ കുഞ്ഞിന് ഗർഭം നൽകുന്ന പിതാക്കന്മാരുള്ള കാലം എവിടെയാ നമ്മൾ വായിച്ചത്? ജന്മം നൽകിയ പൊന്നുമോൾക്ക് ഗർഭം നൽകിയ പിതാവുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നൊന്തുപെറ്റ മോളെ കാമുകന് വേണ്ടി കൊലപാതകം ചെയ്ത് കുഴിച്ചു മൂടിയ തള്ളമാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാ ലോകം വലുതായത്? ലോകം എവിടെയാ വലുതായത്? നമ്മളെല്ലാം വിചാരിക്കും പഴയ ലോകമല്ല, നമുക്കൊക്കെ ലോകം ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്, ലോകം കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട് എന്നാ പറയേണ്ടത്. നമ്മൾ പഴയ തലക്കെട്ടൊക്കെ പോയി, പഴയ കുപ്പായൊക്കെ പോയി, നമ്മളിപ്പോ ലോകം തിരിഞ്ഞു. എന്ത് തിരിഞ്ഞു? ആത്മാർത്ഥമായി വസ്തുതകളെ വിലയിരുത്താൻ പുതിയ ജനറേഷൻ തയ്യാറാവണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മെഡിക്കൽ സയൻസ് ഇന്ന് എത്രയോ വളർന്നിട്ടുണ്ട്. ആളുകളുടെ രോഗം കുറഞ്ഞോ? ആളുകളുടെ രോഗം കുറഞ്ഞോ? ഒരുപാട് പുതിയ രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാ. പരിഹാരം കാണാൻ മോഡേൺ മെഡിക്കൽ സയൻസിന് കഴിയണില്ല. ഓരോ ജില്ലയിലും ഓരോ ഗ്രാമത്തിലും മെഡിക്കൽ കോളേജ് വേണമെന്ന അവകാശം. നമ്മൾ വിചാരിക്കും നാടിന്റെ വികസനമാണ്, രോഗികൾ പെരുകിയതാ കാരണം. രോഗികൾ പെരുകുമ്പോൾ ആശുപത്രികൾ വേണ്ടിവരും, അക്രമികൾ അധികരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ വേണ്ടിവരും, കുറ്റവാളികൾ അധികരിക്കുമ്പോൾ ജയില് വേണ്ടിവരും. ഇപ്പൊ നമ്മുടെ ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ പ്രതിനിധികൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞു നിൽക്കുക. കാഴ്ച വസ്തു ഒന്നുമില്ലല്ലോ മെഡിക്കൽ കോളേജ്. ഇതിന്റെ അർത്ഥം ആധുനികതയുടെ ഒരുപാട് ഗിരിശൃംഗത്തിലെത്തിയപ്പോഴും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ടോ മോനെ? അനന്തപുരിയുടെ ചാരത്ത് ചേർന്ന് നിൽക്കുന്ന RCCയുടെ മുറ്റത്തുകൂടി ഒന്ന് നടക്കുമ്പോൾ ഇന്നാലില്ലാഹ്, അല്ലാഹുവേ എത്ര ആളുകളാണ് ഏതൊക്കെ വിധേനയുള്ള ക്യാൻസറുകളിൽ പരീക്ഷിക്കപ്പെട്ടവരാണ്, വലിയ വലിയ വീടുകളിൽ മാളികകളിൽ കഴിയുന്നവരാണ്. അതേ സമയത്ത് തിരുവനന്തപുരത്ത് RCCയുടെ മുറ്റത്ത് നിന്ന് വേദനിക്കുകയാ. കഴിഞ്ഞ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും ഞങ്ങൾ മെഡിക്കൽ കോളേജിലെയും RCCയിലെയും രോഗികൾക്കും ആശ്രിതർക്കും ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ
അതുപോലെ തന്നെ കഴിഞ്ഞ നബിദിനത്തിന്റെ തലേന്നും അതുപോലെ നബിദിനത്തിന്റെ അന്നും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപള്ളിയിലെ SSF-ന്റെ പ്രവർത്തകരും, കൊല്ലം ജില്ലയിലെ ഖാദിസിയ എന്ന സ്ഥാപനവും നമ്മുടെ മഖ്ദൂമിയ എന്ന സ്ഥാപനവുമെല്ലാം വ്യത്യസ്ത സമയങ്ങളിൽ ഞങ്ങൾ അവിടെ ഭക്ഷണ വിതരണത്തിന് ചെല്ലുമ്പോൾ ഒരു പൊതിച്ചോറിന് വേണ്ടി എത്ര ആളുകളാ ക്യൂ നിൽക്കുന്നത്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എത്ര രോഗികളാ സഹോദരന്മാരെ. നമ്മൾ വിചാരിക്കും ഇവിടെ എല്ലാം മോഡേൺ സയൻസ് കൊണ്ട് മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ പാലസ് വലിയ റോയൽ ലൈഫ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റിപ്പോയി. നമ്മുടെ പുതിയ ചികിത്സാ രീതികൾ എന്താ? കാലിന് മുറിവ് പറ്റിയാൽ കാല് വെട്ടുക ചികിത്സാ രീതിയാണോ? കിഡ്നിക്ക് കേട് വന്നാൽ എടുത്തു കളയുക, ഹാർട്ടിന് കംപ്ലൈന്റ് വന്നാൽ പറിച്ചു മാറ്റുക. പുതിയ ചികിത്സാ രീതികളാണ്. ഞാൻ ആക്ഷേപിക്കുകയല്ല. പണ്ടൊക്കെ ഒരു അവയവ മാറ്റം, ഒരു അവയവം മുറിച്ചു മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അത്യപൂർവമായ ചികിത്സകളായിരുന്നു. ഇന്ന് സാധാരണമായി മാറിയപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളുടെ നടുവിലാണ് നമ്മൾ. ക്യാൻസറിന് കൃത്യമായൊരു മരുന്നില്ലെന്നല്ലേ പറയേണ്ടത്. തൽക്കാലം ചില വേദനാ സംഹാരികൾ ലഭിക്കുന്നു എന്നല്ലാതെ കൃത്യമായ ഒരു പരിഹാരം എവിടെ? മോനെ, ഓമന മക്കൾ വരെ രോഗികളായി മാറിയ കാലമല്ലേ. ജനിച്ചു വീഴുമ്പോഴേക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെയുള്ള കുട്ടികൾ നമ്മുടെ മുമ്പിൽ പരീക്ഷണ വസ്തുവാകുന്നില്ലേ? എന്നിട്ടും നമ്മുടെ മനസ്സിൽ ചിന്തയില്ല. അടിസ്ഥാനപരമായി മാറേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. ഈമാനുള്ള ജനങ്ങളെയാണ് ഞാൻ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, നീ മനസ്സിലാക്കേണ്ടത്, എനിക്കെന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ വിട്ട് എനിക്കൊരു ചര്യ വേണ്ട. നിന്റെ കുപ്പായത്തിന്റെ നീളം നിർണയിക്കേണ്ടത് ആരാണ്? നിന്റെ പാൻസിന്റെ നീളം നിർണയിക്കേണ്ടത് ആരാണ്? നിന്റെ മുടിയുടെ സ്റ്റൈല് തീരുമാനിക്കേണ്ടത് ആരാണ്? എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ കുപ്പായത്തിന്റെ ഭാഷയും ഭാവവും നിന്റെ നടത്തത്തിന്റെ രീതിയും ആംഗ്യവും ഒക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ ആലോചിക്കണേ സഹോദരന്മാരെ, ഈ സമുദായത്തിന്റെ മക്കളുണ്ട്. ചിലപ്പോ ചില കച്ചവട സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കുറെ ഫിലിം സ്റ്റാറുകളെയും കൊണ്ടുവരും. കോടികൾ മുടിച്ചിട്ട് ഫിലിം സ്റ്റാറുകളെ കൊണ്ടുവന്ന് കച്ചവട സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമുദായത്തിന്റെ മക്കളില്ലേ? എടാ മുതലാളി, നീ തീരുമാനിച്ചു പോയോ നിന്റെ കയ്യിലുള്ള പണം നിന്റേതാണെന്ന്? ഓരൊറ്റ മുതലാളിക്കും ഇവിടെ പണമില്ല. എല്ലാ പണത്തിന്റെയും അധികാരി അല്ലാഹുവാണ്. എല്ലാ പണത്തിന്റെയും അധികാരി അല്ലാഹുവാണ്. നിന്റെ കയ്യിൽ 4 ദിവസത്തേക്ക് വെക്കാൻ തന്നതാ. അല്ലാഹു ചോദിക്കും, ആ വെച്ച ദിവസം നീ എന്തു ചെയ്തു എന്ന്. ഈ സമുദായത്തിന് മക്കളെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളോ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളോ ഉദ്ഘാടനം ചെയ്യാൻ നാട്ടിലെ ഭരണാധികാരിയെ വിളിക്കുക. കുഴപ്പമില്ല, ആവശ്യമാണ്. സാംസ്കാരിക നായകന്മാരെ, മതപണ്ഡിതന്മാരെ, ഏറ്റവും ആദ്യമായി ചിന്തിക്കേണ്ടത് അതിൽ അനുഗ്രഹം ലഭിക്കാൻ പറ്റുന്നവരെ വിളിക്കുക. എന്നാൽ ചില ആളുകൾ അങ്ങനല്ല. ഉസ്താദിനെ കൊണ്ട് ഒരു മൗലൂദൊക്കെ ഓതി, ഒരു യാസീനൊക്കെ ഓതി ദുആ അർപ്പിക്കും രാത്രി. പിറ്റേന്ന് രാവിലെ ആരാ? ഫിലിം സ്റ്റാർ മിസ്റ്റർ ഡാഷ്. അയാളാ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ ഇന്ന് വാഹനത്തിൽ വരുമ്പോൾ ഒരാൾ അയാളുടെ ഒരു മാൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു നടന്റെ മോന്റെ റേറ്റ് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഹംസഫർ എന്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾ 20 lakhs അവസാനം 15 ലക്ഷത്തിന് ഉറപ്പിച്ചു. ഒരു ഉദ്ഘാടനം, ഒരു ഇനാഗുറൽ ഫംഗ്ഷനിൽ ഒരു ചെകുത്താൻ വരാൻ.
നമ്മുടെ സമുദായത്തിന്റെ മക്കൾ ഓടിച്ചാടിപ്പോവും ഒരു പുണ്യാളനെ കണ്ട് ബറക്കത്തെടുക്കാൻ. എവിടെ പോയി ഈ സമുദായത്തിന്റെ മസ്തിഷ്കം? എവിടെ പോയിരിക്കുന്നു ഈ സമുദായത്തിന്റെ വിചാരങ്ങൾ? ചില ആളുകൾ വിചാരിക്കും മുസ്ലിം പേരുള്ള നടനായ കുഴപ്പമില്ല എന്ന്. ഇല്ല. നിങ്ങൾ വിചാരിച്ചു പോയോ? ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? അടിസ്ഥാനപരമായ അവബോധമില്ല. എന്റെയും നിങ്ങളുടെ ഈ ചിന്തകൾ വരേണ്ടത് എവിടേക്കാണ്? ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹുവും റസൂലും എന്ന വിചാരത്തിലുള്ള ആളുകളാണ്. ഖദ് ദാഖ ഹലാവത്തൽ ഈമാൻ. അള്ളയും റസൂലും എല്ലാവരെക്കാളും ഇഷ്ടപ്പെടുമ്പോഴാണ് ഈമാനിന്റെ മധുരമറിയുക. എനിക്കിവിടെ കച്ചവടം തുടങ്ങുമ്പോ മൊലിയാരെ 2 കോടിക്കാണ് പോലും ഒരു ചങ്ങാതിയെ കൊണ്ടുവന്ന് വലിയൊരു സിൽക്സ് ഉദ്ഘാടനം ചെയ്തത്. ഇന്നാ ലില്ലാഹ്. ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൽ ഒരു ചങ്ങാതിയെ കൊണ്ടുവന്നത് 2 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് പോലും. ഇവിടെ അന്വേഷണമൊന്നും ഇല്ലേ? ഇവിടെ നീതി പോലീസ് ഒന്നും ഇല്ലേ? ഇവിടെ നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും അടിസ്ഥാനപരമായ മാനദണ്ഡം എന്താ? ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന് ഞാൻ ഇസ്ലാമായ ചമ്മിപ്പോന്ന് ചിന്തിക്കാൻ പാടില്ല. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമായതിൽ അഭിമാനിക്കുന്നു. ഞാനൊരു മുതഅല്ലിമായതിൽ അഭിമാനിക്കുന്നു. ഞാനൊരു ഇൽമിന്റെ ഖാദിമാകാൻ ആഗ്രഹിക്കുന്നു. എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സുയരേണ്ടത് അവിടെയാ. അതുകൊണ്ട് അടിസ്ഥാനപരമായി വരേണ്ടത് എന്റെയും നിങ്ങളുടെയും രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെയുള്ള രക്ഷിതാക്കളോട് പറയാനുള്ളത്, എന്റെ മകൻ ഒരു ആലിമാണെന്ന് പറയുമ്പോൾ അഭിമാനം വേണം. എന്റെ മകൻ ഒരു മുതഅല്ലിമാണെന്ന് പറയുമ്പോൾ അഭിമാനം വേണം. എന്റെ മകൻ ഒരു ഹാഫിളാണെന്ന് പറയുമ്പോൾ അഭിമാനം വേണം. ആ ഒരു അഭിമാനത്തിലായി മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്കുമുണ്ടാകും ഞാനൊരു ഹാഫിളായതിൽ ഞാൻ സന്തോഷിക്കുകയാണ്, ഞാനൊരു മുതഅല്ലിമായതിൽ സന്തോഷിക്കുകയാണ്. അങ്ങനെ സമുദായം അതിന് സ്ഥാനം നൽകിയില്ലെങ്കിൽ ഞാനൊരു മൊയ്ലാരായി പോയി എന്ന് നമുക്ക് തന്നെ അപകർഷതാബോധം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് തന്നെ അപകർഷതാബോധം ഉണ്ടാകാൻ പാടില്ല. ആധുനിക രക്ഷിതാക്കൾ അത്തരം അപകർഷതാബോധങ്ങൾ സൃഷ്ടിക്കുകയാണ്. പ്രിയമുള്ള എന്റെ യുവാക്കളോട് വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്ന മോനെ, നീ എത്ര വലിയ സുന്ദരനും കോമളനുമാണെങ്കിലും പരിഷ്കാരിയും പുതിയ പുതിയ മോഡേണിസത്തിന്റെ ആളുമാണെങ്കിലും ഈ ജീവിതം നൈമിഷികമാണ് മോനെ. കണ്ടില്ലേ, കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-ന് ഞങ്ങളുടെ നാട്ടിൽ ഖാദിസിയ എന്ന സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ നമ്മുടെ എറണാകുളം ജില്ലയിലെ ജാമിഅ ശരീയിൽ ഹൈഫളിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹാഫിള് ഷഫീഖ് ജൗഹരി എന്ന ചെറുപ്പക്കാരൻ വിവാഹാന്വേഷണങ്ങൾ നടത്തുന്ന പ്രായമാണ്. റബീഉൽ അവ്വൽ 12-ന് വീട്ടിലേക്ക് വരികയാണ്. ഇന്നാ ലില്ലാഹ്. ആലപ്പുഴയിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. ജീവിതം ഇത്രയല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ സഹോദരീ സഹോദരന്മാരെ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ജീവിതം ഇത്രയല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. അല്ലാഹു വിളിച്ചാൽ എവിടെ വെച്ചും യാത്രയാകേണ്ടവരല്ലേ നമ്മൾ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയപ്പോൾ പൊടുന്നനെ ഉള്ളൊരു വിയോഗത്തിൽ വേദനയുണ്ടെങ്കിലും ഒരു സമാധാനമുള്ളതെന്താണ്? അദ്ദേഹം ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ആളാണ്. 40-ലേറെ വിദ്യാർത്ഥികൾക്ക് അതാ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അതാ എല്ലായിടത്തും ആ യുവാവിന് വേണ്ടി നിസ്കാരം നടക്കുകയാണ്. ഞങ്ങളന്ന് മദീനയിലാണുള്ളത്. മദീനയിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു നമ്മുടെ ഷഫീഖ് ജൗഹരി യാത്രയായി എന്ന്. ഇന്നാ ലില്ലാഹ്. ഹബീബായ
ഹബീബായ മുത്തുനബി ഞങ്ങളുടെ ചാരത്തിരുന്ന് ഞങ്ങൾ ദുആ ചെയ്തു. അവിടെയുള്ള പണ്ഡിതന്മാരുണ്ട്, മറ്റുള്ളവരുമുണ്ട്. ആർക്ക് വേണ്ടിയാണ്? ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ കരുനാഗപ്പള്ളിയിൽ, നാട്ടിൽ വന്ന് കരുനാഗപ്പള്ളിയിൽ അതാ ഹുബ്ബുർ റസൂൽ പ്രഭാഷണ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ട് മുത്തഅല്ലിമീങ്ങൾ വന്ന് കയ്യിലേക്ക് ഒരു സംഭാവന തന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ഉസ്താദിന് ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളുടെ ഉസ്താദ് ആരാണ്? അപ്പോഴാണ് പറയുന്നത്, ഷഫീഖ് ജൗഹരി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണേ. മോനെ, ആ ചെറിയൊരു ജീവിതം എത്ര സുന്ദരമായ സ്മരണകളാണ് ബാക്കി വെച്ചത്. കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹാഫിളീങ്ങൾക്കുള്ള പദവി എത്ര വലുതാണ്. ഷഫീഖ് ജൗഹരി ഹാഫിളായില്ലെങ്കിലും അദ്ദേഹം ആലിമായില്ലെങ്കിലും അദ്ദേഹത്തിന് നിശ്ചയിച്ച ഒരു വയസ്സുണ്ട്. ആ വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറയേണ്ടതാണ്. പക്ഷേ ഒരു ആലിമും ഹാഫിളുമായി വിട പറയുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ളൊരു പ്രതീക്ഷയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. സഹോദരന്മാരെ, അതേ സമയത്ത് ഈ സമുദായത്തിന്റെ തന്നെ മക്കൾ കണ്ടില്ലേ, സിനിമയും തോന്നിവാസങ്ങളും കണ്ട് ജീവിച്ച് അവരുടെ ജീവിതം ഒടുങ്ങിപ്പോകുന്നില്ലേ? പ്രിയമുള്ള കൂട്ടുകാരാ, സിനിമാ പാട്ടും ചെവിയിൽ തിരിയിട്ട് സിനിമാ ചിത്രങ്ങളും കണ്ണിൽ കണ്ട് നീ ഉറങ്ങിക്കിടക്കുന്നു, അഥവാ നീ ഉറക്കിലേക്ക് വീഴുന്നു. അത് നിന്റെ അവസാനത്തെ ഉറക്കമായാൽ നിന്റെ ആഖിബത്ത് നന്നാകുമോ? സിനിമയും കണ്ട് അതിന്റെ പാട്ടും ചെവിയിൽ തിരികെ ഇങ്ങനെ ഉറങ്ങിപ്പോയി, അത് നിന്റെ അവസാനത്തെ ഉറക്കായാൽ ചെറുപ്പക്കാരാ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എപ്പോഴാ മൗലിയാരെ മരിക്കുക? ചിലപ്പോ ഇന്ന് രാത്രി തന്നെ ആയിരിക്കാം. അള്ളാഹു നമുക്ക് അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. യുവാക്കൾ ആലോചിക്കണം, എന്റെ ജീവിതത്തിന്റെ പര്യവസാനം എങ്ങനെ ആവണം? അതേ സമയത്ത് നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ദിക്റുകൾ ചൊല്ലി ബുറുദയുടെ നല്ല വരികൾ കേട്ടുകൊണ്ടാണ് നീ ഉറങ്ങിപ്പോകുന്നതെങ്കിൽ, ഖുർആനിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് നീ ഉറങ്ങുന്നതെങ്കിൽ, അത് അവസാനത്തെ ഉറക്കമായാലും അത് നല്ല ഉറക്കമല്ലേ മോനെ? ചെറുപ്പക്കാരായ ആളുകൾക്കൊരു ധാരണയുണ്ട്, മൊയ്ലിയാരെന്നൊക്കെ പറഞ്ഞ ഒരു പഴയ ആള്, മുത്തഅല്ലിമെന്നൊക്കെ പറഞ്ഞ ഒരു പഴയ ലേബിള്. ഞങ്ങളൊക്കെ ഇങ്ങനെ വലിയ വലിയ പരിഷ്കാരത്തിന്റെ ഗമയിലാണ്. ഈ എവിടെടോ നിന്റെ പരിഷ്കാരം? ഇവിടെ നിലനിൽക്കുന്ന വിലാസമാരുടേതാണ്? അത് ആലിമീങ്ങളുടെ വിലാസമാണ്. അല്ലാതെ ഒരു ഭരണാധികാരിക്കും ആലിമീങ്ങൾക്ക് കിട്ടിയ അംഗീകാരം കിട്ടിയിട്ടില്ല. കേന്ദ്രം, കേരളം, ലോകം ഭരിച്ച തമ്പുരാക്കന്മാരുണ്ടാവും മലപ്പുറം ജില്ലയിൽ, ഉണ്ടാവാം. പക്ഷേ അവരെ ആരെയും മരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ട. നിങ്ങൾ വിചാരിക്കും ദുനിയാവിൽ ചീറിപ്പാറുന്ന കാറുകളിൽ, മാനം മുട്ടുന്ന കൊട്ടാരത്തിലും, VIP വിലാസത്തിലും, വലിയ വലിയ സപ്രപഞ്ചങ്ങളിൽ താമസിക്കുന്നവർ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ഇല്ല. അവര് മരിച്ച് മറമാടിയാൽ ഇവിടെ കാലത്തിന് അവരെ ആവശ്യമില്ല. എന്തിനാണ് ഞാനിത് പറയുന്നത്? ലോകത്തിന്റെ ചരിത്രം അങ്ങനെയാ പറയണത്. അതുകൊണ്ടാ, കേരളത്തിന്റെ ചരിത്രമല്ല, ഇന്ത്യയുടെ ചരിത്രമല്ല, ഊരകത്തിന്റെ ചരിത്രമല്ല, ഈ ഗ്രാമത്തിന്റെ ചരിത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ചരിത്രം പരിശോധിച്ചാൽ എന്നെന്നും ഓർക്കപ്പെടുന്നവർ ആലിമീങ്ങളും സാദാത്തുക്കളുമാണ്. നിങ്ങൾ വിചാരിച്ചു ഇങ്ങനെ മൊയ്ലിയാരായത് തലയിലൊരു തലയെക്കെട്ടങ്ങ് വീണുപോയി അങ്ങ് മൊയ്ലിയാരായിപ്പോയതാണ്. അല്ല, ലോകത്തെ ഏറ്റവും വലിയ സെലക്ഷനാണ്, ഏറ്റവും ഉന്നതമായ തെരഞ്ഞെടുപ്പാണിത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾ അറിയണം,
അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവുക വലിയ ഭാഗ്യമാണ്. ആലിമാവുക വലിയൊരു നിയോഗമാണ്. അല്ലെങ്കിൽ ആ ഇൽമിനെ സ്നേഹിക്കുന്നവനാവുക അതൊരു പദവിയാണ്. അല്ലെങ്കിൽ നല്ല സ്വാലിഹീങ്ങളുടെ ജീവിതം നയിക്കുക അതും വലിയ കാര്യമാണ്. ഇത് പറയുമ്പോൾ ഞാനിവിടെയുള്ള കച്ചവടക്കാരെ നിസ്സാരപ്പെടുത്തി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നീതിമാനായ കച്ചവടക്കാരൻ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പദവിയുള്ളവനാണ്. അത്താജിറു സ്വദൂഖുൽ അമീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. സത്യസന്ധനും നീതിമാനുമായ ഭരണാധികാരി ആരാണ്? അല്ലാഹുവിന്റെ അടുക്കൽ ധർമ്മസമരം ചെയ്യുന്ന പോരാളിയെ പോലെയാണ്. താനുണ്ട്, പക്ഷേ സ്വാദിഖും അമീനും ആകണം, കുറച്ച് പണിയാണ്. അങ്ങനത്തെ കച്ചവടക്കാരനായാൽ നീതിമാനായ ഭരണാധികാരിക്ക് അല്ലാഹു തആല ആഖിറത്തിൽ വലിയ പദവി നൽകും. പക്ഷേ ഭരണാധികാരി നീതിമാനാകണം. അവിടുത്തെ കോഴ നടത്താൻ പാടില്ല, ഖജനാവ് വലിക്കാൻ പാടില്ല, തസ്തികകൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, താൽക്കാലിക നേട്ടത്തിന് നിരപരാധികളെ ആക്രമിക്കാൻ പാടില്ല. നീതിമാനായ ഭരണാധികാരിക്ക് വലിയ പദവിയുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ജുമഅയുടെ വിഷയമുണ്ടായി. കോടതിയിലെത്തി. ഞങ്ങൾ വക്കീലിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഉള്ളത് മാത്രം, അതല്ലേ പറയാൻ പറ്റൂ. മറുകക്ഷികൾ അവരുടെ വക്കീലിന് പറഞ്ഞു കൊടുത്തു ഇല്ലാത്തതെല്ലാം. ഹൈക്കോടതിയിൽ അവർ ജയിച്ചു, ഞങ്ങൾ തോറ്റു. മനസ്സലാമ പോന്നു. അപ്പൊ ഞങ്ങളുടെ വക്കീലിന് പറയാനുള്ളത് എന്താ? നിങ്ങൾ ഈ നേരെ ചൊവ്വേ പറഞ്ഞാലൊന്നും ജയിക്കാൻ പോണില്ല. പിന്നെന്ത് ചെയ്യും? നാളെ ഒരു കോടതിയുണ്ട്. ഇവിടുത്തെ മുഴുവൻ തമ്പുരാക്കന്മാരെയും പിടിച്ചു കെട്ടിയിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു കോടതിയിൽ നീതിമാനായ അല്ലാഹുവിന്റെ വിധിക്ക് മുമ്പിൽ ഇവിടുത്തെ മുഴുവൻ അനീതിയുടെ കോട്ട കൊത്തളങ്ങളും തകർത്തെറിയപ്പെടും. അതിൽ വിശ്വാസമുള്ളവരാ ഞങ്ങൾ. അതിൽ ഉറച്ച ഈമാനുള്ളവരാണ് നമ്മൾ. താൽക്കാലികമായ നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും മുമ്പിൽ ആദർശത്തെയും മതത്തെയും പണയം വെക്കാൻ പറ്റൂല. അനന്തമായ വിജയത്തിന്റെ പറുദീസയിലേക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദര, നമ്മൾ സത്യസന്ധനായ കച്ചവടക്കാരനായാൽ, നീതിമാനായ ഭരണാധികാരിയായാൽ പരലോകത്ത് വലിയ പദവിയാണ്. അതേ സമയത്തോ അതൊന്നും പാലിക്കാതെ വന്നാൽ വലിയ അപകടം തന്നെ. മഹാനായ ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ തങ്ങളുടെ മുമ്പിലേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരി വലിയൊരു സമ്മാന കിഴി കൊണ്ടുവെക്കുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, വേണ്ട, എനിക്കിതൊന്നും വേണ്ട. വലിയൊരു സമ്മാനത്തിന്റെ കിഴി രാജ്യത്തിന്റെ ഭരണാധികാരി കൊണ്ടുവെക്കുകയാണ്. വേണ്ട വേണ്ട. പ്രിയമുള്ള സഹോദരന്മാരറിയണം, അവസാനം നിർബന്ധം പിടിച്ചിട്ട് പറഞ്ഞു, ഇതെടുക്കണേ, ഇത് വാങ്ങണേ. ആ മഹാനായ സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്ത് ചെയ്തു എന്നല്ലേ? ഭരണാധികാരി കൊടുത്തുവിട്ട വലിയ കിഴിക്കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തങ്ങ് പിഴിയുകയാണ്. അതൊന്ന് അമർത്തിയപ്പോൾ രക്തമങ്ങ് വീഴുന്നു. രാജാവ് അന്താളിച്ചുപോയി. ഞാൻ കൊണ്ടുകൊടുത്ത സമ്മാന കിഴിയെടുത്ത് പിഴിഞ്ഞപ്പോൾ രക്തം വരുന്നു. ഇതെവിടുന്ന്? അപ്പോൾ മഹാനായ ഗൗസുൽ അഅ്ലം തങ്ങൾ പറയാണ്, അല്ല, ഇവിടെയുള്ള ഭരണീയരായ ജനങ്ങളുടെ അവകാശത്തിൽ നിന്ന് അപഹരിച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന സമ്മാനം തരികയാണോടാ? അതല്ലേ മഹാനായ ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ തങ്ങൾ മറുപടി നൽകിയത്. അപ്പോൾ കാണാൻ വലിയ കോളുണ്ടാകാം, ജീവിക്കാൻ വലിയ ആഢ്യത്വം ഉണ്ടാകാം, ഇതെല്ലാം കളഞ്ഞ നാളെ അങ്ങ് യാത്രയാകാം. പക്ഷേ അപ്പുറത്തൊരു ലോകമുണ്ടെന്ന വിചാരമാണ് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള യുവാവേ, നിന്റെ രാപ്പകലുകൾ മുഴുവനും അല്ലാഹുവിനെയും ഹബീബിനെയും അറിയണേ മോനെ.
നിന്റെ വസ്ത്രത്തിന്റെ നീളം തീരുമാനിക്കേണ്ടത് ഹബീബാണ്. നിന്റെ സംസാരത്തിന്റെ സ്ലാങ് ആൻഡ് സ്റ്റൈൽ തീരുമാനിക്കേണ്ടത് ഹബീബാണ്. ഇന്ന് കുറെ ബെർമുടയിട്ട ചെറുപ്പക്കാരും മാനമില്ലാത്ത ജീവിതം നയിക്കുകയാണ്. ടൈറ്റ് ഫിറ്റ് പാൻസ് ധരിച്ചിട്ടോ അവൻ വിചാരിക്കുന്നു പരിഷ്കാരിയാണ്. എവിടത്തെ ജാടയാടാ? ഇതൊക്കെ നിന്റെ കേവലം താൽക്കാലിക ജാടയല്ലാതെ ബുദ്ധിമാന്മാരെ ഇതിനൊന്നും ആടാൻ കിട്ടൂല. മുടിവെട്ടി ഏതോ കളിക്കാരന് തല പണയം വെച്ച ബുദ്ധിയില്ലാത്തവൻ നിനക്കില്ലേടാ ഒരു വ്യക്തിത്വം? നിനക്കില്ലേ ഒരു ഐഡന്റിറ്റി? നിനക്കില്ലേ ഒരു പേഴ്സണാലിറ്റി? അതൊന്നും ഇല്ല. മറ്റവന്റെ മോഡൽ തല. ഈ തലയും മുഖവുമൊക്കെ നൽകിയ അള്ളാഹുവിനെ അല്ലേടാ ചിന്തിക്കേണ്ടത്. കല്യാണത്തിന്റെ അന്ന് ഉടുത്തൊരുങ്ങിയിട്ട് ആറാടുന്ന പെണ്ണേ, പേര് പുതിയ പെണ്ണെന്നാണ്. പക്ഷേ വർഷം കുറെ പഴകിപ്പോയി. ഇനി ഖബറിലേക്ക് ബാക്കിയുള്ളത് എത്രയെന്നറിയില്ല. പ്രിയമുള്ള പെങ്ങളെ, നിന്റെ വിചാരം എവിടെയാണ് വരേണ്ടത്? എന്റെ വിവാഹത്തിന്റെ ദിവസം എന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇന്നൊരു ഹറാമും എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അള്ളാഹു വിലക്കിയ ഒരു കാര്യവും വരാൻ പാടില്ല. ചില നാടുകളിൽ കണ്ടില്ലേ, പുതിയ പെണ്ണിനും പുതിയ ആപ്പളക്കും പോകാൻ പിരാന്തൻ കളിയുടെ നാടുകൾ. ഇന്നാലില്ല. നേരെ ചൊവ്വയുള്ള വാഹനത്തിൽ പോയാൽ അത് സ്റ്റൈലാവൂല. ചിലയിടത്ത് കാളവണ്ടി പോയാലേ പറ്റൂ, ചിലപ്പോ JCB പോയാലേ പറ്റൂ. എന്തെല്ലാം ഭ്രാന്തുള്ള ലോകമാണ്. മസ്തിഷ്കമാർക്കാടോ പണയം വെച്ചത്? വിചാരമല്ലേ ഉയരേണ്ടത്, വികാരമല്ലല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാണ്. ചില ആളുകളുണ്ട്, എല്ലാ ദീനിയായ പരിപാടിയിലും മുമ്പിൽ കാണും. മോളെ കല്യാണം വരുമ്പോ തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ്. ഉസ്താദ് ഇപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതെ നടക്കൂല. ഓന്റെ കല്യാണം വരുമ്പോ മതത്തിന്റെ കുറച്ച് നിയമമൊക്കെ അങ്ങ് മാറ്റിവെക്കും. എന്റെ ശബ്ദം പ്രവാസ ലോകത്തിരുന്ന് കേൾക്കുന്നവരുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. KMIC-യിലൂടെയും SGV-യിലൂടെയും മറ്റു ക്ലാസ് റൂമുകളിലൂടെ ഒക്കെ കേൾക്കുന്നവരുണ്ടാകാം. ഈ തൃശ്ശൂർ ജില്ലയിലേക്കൊക്കെ പോയാൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കല്യാണങ്ങൾക്ക് ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്ത് രണ്ട് ചെറുപ്പക്കാരികളെ ഒരുക്കി നിർത്തും. എന്തിനാ ഹാജിയാരെ അത് ചെയ്തത്? ഏത് മതത്തിന്റെ മൂല്യത്തിലാണ് നിങ്ങൾക്ക് നീതീകരിക്കാൻ പറ്റുക? ഓരോ നാടിന്റെ ജാടകൾക്ക് വേണ്ടി മതമൂല്യങ്ങളെ പണയം വെച്ചിട്ട് വീഡിയോ സംസ്കാരത്തിന്റെ ഭ്രാന്തമായ ഇന്നലകൾ പുതിയ പെണ്ണിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്തെല്ലാം പറയാനുണ്ട് അറിയണം. കല്യാണ ചടങ്ങുകൾ സിനിമയായി രൂപീകരിച്ച് ഗൾഫിലിട്ട് കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരൻ നാണമില്ലാത്തവൻ. അവന്റേതായ മൗലികതകളെ മുഴുവനും പണയം വെക്കുന്നവൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ പ്രായോഗികമായി ആനുകാലിക യുഗത്തിന് കാണിക്കേണ്ട മുസൽമാൻ പരിഷ്കാരത്തിന്റെ പേരിൽ വഴിമാറി സഞ്ചരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരാ, അതുകൊണ്ട് വളിരിബി സൈഫിൽ വഹി കുല്ല മുഅത്തിലി ളർബൽ മുജാഹിദി ഫൗക കുല്ലി ബനാനി വജഅൽ കിതാബ അല്ലാഹി വസുനന അല്ലതി. മോനെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ നീ ഒന്ന് പിൻപറ്റണേ. നീ എല്ലാത്തിലും അല്ല എന്താ പറഞ്ഞത്, റസൂലുള്ള എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലേ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. ഈ ദുനിയാവിലെ പ്രതിഫലത്തിന്റെ ലോകമല്ല, ഇത് അധ്വാനത്തിന്റെ ലോകമാണ്. പ്രതിഫലം അപ്പുറത്ത് പരലോകത്താണ്. ഇത് ആരാധനയുടെ വീടാണ്. ഫലം നാളെയാണ്. ഇത് പരീക്ഷാ ഹാളാണ്. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അപ്പുറത്താണ്. നീ ഇവിടുന്ന് തന്നെ സർവത്ര തോന്നിവാസവും കാണിച്ചാലോ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് യൗമുൽ ജസാ, പ്രതിഫലത്തിന്റെ ഒരു ദിവസം വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെ വിലയിരുത്തുന്ന ഒരു നാള് വരുന്നുണ്ട്. അവസാനമായി നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, മോനെ, നിന്റെ താല്പര്യം നീ ഭൗതികമായ ജീവിതത്തിന് വേണ്ടിയാകരുത്.
നീ വിചാരിച്ചു ഈ ജീവിതമെന്ന് പറഞ്ഞാൽ 25 വയസ്സുവരെ പഠിച്ചും കളിച്ചും നടക്കാൻ, പിന്നൊരു കല്യാണം, ഒരു ജോലി, അതിൽ 2 മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, ഇടയിൽ ഒരു വീട്, ഇത്രയും കഴിഞ്ഞാൽ നിന്റെ ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിച്ചു പോയോ? ഇല്ല, ഈ ജീവിതം ചിലത് നിർമ്മിക്കാനുള്ള ജീവിതമാണ്. ഇത് സ്വർഗത്തിലേക്ക് വീടൊരുക്കാനുള്ള ജീവിതമാണ്. അതിന് ഏറ്റവും നല്ല കർമ്മമേതാണ്? മൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്നെ പ്രിയം വെച്ചാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. മൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്നെ ഇഷ്ടം വെച്ചാൽ അവരെന്നോടൊപ്പം സ്വർഗത്തിലാണ്. എല്ലാ ഇമാമിയങ്ങളും അവരുടെ ജീവിതത്തിൽ കണ്ടത് ആരാധന കൊണ്ട് സ്വർഗം കിട്ടുമെന്നല്ല, അധ്വാനം കൊണ്ട് സ്വർഗം കിട്ടുമെന്നല്ല, ദാനധർമ്മം കൊണ്ട് സ്വർഗം കിട്ടുമെന്നല്ല, മറിച്ചോ അവരെല്ലാം ആഗ്രഹിച്ചത് ഹബീബായ നബിതങ്ങളിലൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് എത്താമെന്നാണ്. കാരണം ആദ്യമായി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഫാത്തിഹുൽ ജന്നതി വസ്വാഹിബുൽ ലിവാ, സ്വർഗത്തിന്റെ വട്ടക്കണ്ണിരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് തിരിച്ചറിഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ നേതാവല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മക്കയിലെ വലിയ പ്രമാണിയാണ്, എല്ലാവർക്കും സ്വീകാര്യനാണ്. വലിയ തുണിക്കച്ചവടക്കാരനായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. ഇന്നും വസ്ത്രവ്യാപാരം നല്ലത് തന്നെ. പക്ഷേ പ്രതിമ 4 പിടിച്ച് കടയുടെ മുമ്പിൽ വെച്ചിട്ട് കച്ചവടം നടത്തി. ഉള്ള കച്ചവടം നീ ഹറാമാക്കല്ലേ മോനെ. മുതലാളി ഏതാ, തൊഴിലാളി ഏതാ, ബൊമ്മ ഏതാ എന്ന് തിരിച്ചറിയാത്ത രൂപത്തില് കട നിറച്ചും പ്രതിമകൾ വെച്ച് കച്ചവടം ചെയ്യുന്ന റെഡിമെയ്ഡ് ഷോപ്പുകാരുണ്ടോ? അതെല്ലാം എടുത്ത് വലിച്ചു മാറ്റിയിട്ട് നീ നല്ല നിലക്ക് കച്ചവടം നടത്തിക്കോ. വരട്ടെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലിയ നേതാവാണ്, പ്രമാണിയാണ്. പക്ഷേ തിരിച്ചറിഞ്ഞു, എനിക്ക് രക്ഷ വേണോ, റസൂലുള്ളാഹിന്റെ കൂടെ കൂടണം. ഹബീബിന് വേണ്ടി എല്ലാം നൽകിയ മഹാനാണ്. ഒരു നാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ വരികയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങ് ചാടി വീണു. അതഖ്തുലൂന റജുലൻ യഖൂലു റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ, അല്ലാഹുവാണ് എന്റെ ഉടമസ്ഥൻ എന്ന് വിളിച്ചു പറഞ്ഞ ആളെ നിങ്ങൾ കൊല്ലാൻ പോവുകയാണോ? അതാ മറ്റൊരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് അവിടുത്തെ റിസാലത്ത് ഞാനൊന്ന് പറയട്ടെ നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ സമ്മതമുണ്ടെങ്കിലും പുറത്ത് മൂളാൻ വയ്യ. കാരണം അംഗബലം വളരെ കുറവാണ്. ഏതായാലും മൗനം ദീക്ഷിച്ചപ്പോൾ മൗനം സമ്മതമെന്ന് കരുതിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനെ കുറിച്ചൊരു പ്രസംഗം നടത്തുകയാണ്. അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ പ്രഭാഷകനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. നിന്ന് പ്രസംഗം നടത്തിയപ്പോൾ നാലുപാട് നിന്നും മുശ്രിക്കീങ്ങളുടെ ഏറാണ്. ഇളകിയില്ല, പതറിയില്ല.
അവസാനമതാ ഒരാള് മുള്ളുള്ള ഒരു ഷൂസ് കൊണ്ടുവന്ന് മുഖത്തടിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നിന്ന് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. ഹബീബായ നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു, തങ്ങളെ സിദ്ദീഖുൽ അക്ബറിനെ ആക്രമിക്കുന്നുണ്ട്. ഉടനെ നബി തങ്ങൾ ഇറങ്ങി ബിലാൽ തങ്ങളുടെ കൂടെ. ഹബീബായ നബി തങ്ങളെ കണ്ടപ്പോൾ അക്രമികളുടെ ആക്രമണം അങ്ങോട്ടായി. അതുവരെ പിടിച്ചു നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇടയിൽ വെച്ച് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ മുത്തുനബി തങ്ങൾ ആക്രമിക്കപ്പെടാൻ പോകുന്നതാണ് കാണുന്നത്. അവിടെ ബോധരഹിതനായി വീണുപോയി. കൂട്ടുകാരെ, ബോധരഹിതനായി വീണുപോയി. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് പരക്കുന്നത്. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബോധം തെളിഞ്ഞിട്ടില്ല, ബോധരഹിതനായി കിടക്കുകയാണ്. നീണ്ട സംഭവമാണ്. ഇമാം ഖുർത്തുബി എഴുതുന്നുണ്ട്, ഇമാം സുയൂത്തി താരീഖിൽ എഴുതുന്നുണ്ട്, അബ്ബാസ് മഹ്മൂദുൽ അഖാദി അബ്ഖരിയിൽ എഴുതുന്നുണ്ട്. അതുപോലെ എത്രയോ ഇമാമുകൾ വിശദമായി എഴുതിയിട്ടുള്ളതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ബോധരഹിതനായി കിടക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസം കഴിഞ്ഞു എന്ന് തന്നെ ചില നിവേദനത്തിൽ കാണാം. ബോധം തെളിയുമ്പോൾ എന്റെ സദസ്സിലുള്ള പുരുഷന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ, അങ്ങ് ദൂരെയുള്ളവരൊക്കെ ഒന്ന് അടുത്തേക്ക് വന്നാൽ നമുക്കിതൊന്ന് പറഞ്ഞുകൊണ്ട് നിർത്താമല്ലോ. അല്ലാഹുവേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകാൻ സന്നദ്ധരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ക്ഷീണിച്ച് ബോധരഹിതനായി വീണ് ബോധമൊന്ന് തെളിഞ്ഞപ്പോൾ ഉമ്മാനെ അടുത്തേക്ക് വിളിച്ച് ശബ്ദമുയർത്തി ചോദിക്കാൻ ആരോഗ്യമില്ല, ഉയർത്തി സംസാരിക്കാൻ ആരോഗ്യമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിക്കുന്നു, ഹബീബായ മുത്തുനബി തങ്ങൾ എവിടെ? ഉമ്മ, എന്റെ ഹബീബ് എവിടെ? കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് എതിരാളികൾ ആക്രമിക്കാൻ തിരിയുന്നത് കണ്ടാണ് ഞാൻ വീണുപോയത്. ആ എന്റെ ഹബീബ് എവിടെ? മോനെ, നീ ഇങ്ങനെയൊക്കെ ആയത് ആ നേതാവിന്റെ കൂടെ കൂടിയപ്പോ എതിരാളികൾ ആക്രമിച്ചിട്ടല്ലേ? നീ ഇനിയും ആ നേതാവിനെയാണോ ചോദിക്കുന്നത്? മോനെ, വെള്ളം കുടിക്കു മോനെ. ഇല്ല ഇല്ല, എനിക്കെന്റെ നേതാവിന്റെ അവസ്ഥ അറിയാതെ വെള്ളം കുടിക്കാൻ പറ്റൂല. മോനെ, അതിന് ഞാൻ എങ്ങനെ അറിയാനാണ്? ഉള്ളിൽ ഇസ്ലാമിനോട് മഹബത്തുണ്ടെങ്കിലും ഇസ്ലാം പ്രഖ്യാപിക്കാത്ത സമയമാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉമ്മ. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉമ്മ പറയാണ്, മോനെ, ഞാൻ എവിടെന്ന് അറിയാനാണ്? അതുകൊണ്ട് നീ ഇപ്പോൾ നിർബന്ധം പിടിക്കാതെ മോനെ വെള്ളം കുടിക്കുമോനെ. ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാൻ ഉമർ ബിൻ ഖത്താബിന്റെ പെങ്ങൾ ഫാത്തിമയ്ക്ക് അറിയാം. അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു വന്നേ. ഉമ്മമാരെ, നമ്മൾ ഇന്ന് മാനം മുട്ടുന്ന കൊട്ടാരം വെച്ച് നെകളിക്കുന്ന കാലമാണ്. ആയിഷ ബീവിയുടെ വീട്ടിന്റെ വലിപ്പം എത്രയായിരുന്നു? 3 മീറ്റർ ആയിരുന്നു, ചതുരശ്ര മീറ്റർ ആയിരുന്നു വലിപ്പം. 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള വീടായിരുന്നു ആയിഷ ബീവിയുടെ വീട്. കേട്ടോ, നമുക്കിന്ന് തികയുന്നില്ലല്ലോ വീടിന്റെ വലിപ്പം. വരട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വീട്ടിലെ സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു, പുതിയ പെണ്ണിറങ്ങിയപ്പോ ആയിഷ ബീവിക്ക് കൊണ്ടുകൊടുത്തത് എന്തൊക്കെയാണ്, അതെല്ലാം സാധുവായ ഞാൻ ആയിഷ ബീവിയെ കുറിച്ച് 6 മണിക്കൂർ സംസാരിച്ച CD-യിൽ ഉണ്ട്. അത് വിശദീകരിച്ചിട്ടുണ്ട്. ഉമ്മമാരത് വാങ്ങി കേൾക്കേണ്ടതാണ്. ഏതായാലും പറയട്ടെ,
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാൻ അതാ ഉമ്മുൽ ഖൈർ ഫാത്തിമയോട് ചോദിച്ചാൽ മതി. ഫാത്തിമാന്റെ അടുക്കൽ പോയി ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള് വലിയ ബുദ്ധിമതിയാണ്. പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞു തരൂല, എനിക്കറിയില്ല, ഞാനും കൂടെ വരാം. കാരണം ഇത് ഇസ്ലാം പ്രഖ്യാപിക്കാത്ത സ്ത്രീയാണ്, ഇതെങ്ങാനും ലീക്കായി പോയാലോ എന്ന സൂക്ഷ്മതയാണ്. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പെങ്ങള് കൂടെ വന്ന് വീട്ടിലേക്ക് വന്ന് ഉമ്മുൽ ഫളിലിനോട് പറയാണ്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയാണ്, ഉമ്മാനോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞേ, ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, വിഷമിക്കേണ്ട ഫാത്തിമ, ഇത് അള്ളാഹുവെ അറിയുന്ന ഉമ്മയാണ്, ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാം ഉൾക്കൊണ്ട ഉമ്മയാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ കുലീനയായ സ്ത്രീയാണ്, അങ്ങനെയൊന്നും രഹസ്യം പുറത്തു പറയുന്ന പെണ്ണല്ല. അതുകൊണ്ട് പറയൂ. ഉടനെ മഹദി അവറുകൾ പറയാണ്, അർഖം ഇബ്നുൽ അർഖമിന്റെ വീട്ടിലുണ്ട്, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന ബേജാറല്ലാതെ നബി തങ്ങൾക്കൊരു പരിക്കും പറ്റിയിട്ടില്ല. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, ഉമ്മ, എനിക്കിപ്പോൾ അവിടെ എത്തണം, റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തണം. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, ഈ വെള്ളം കുടിച്ചിട്ട് പോകാം. ഇല്ല ഇല്ല, എനിക്ക് റസൂലുള്ളാഹിനെ കാണാതെ വെള്ളം വേണ്ട. മോന് നടക്കാൻ പറ്റൂലല്ലോ മോനെ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, എന്നെ ഒന്ന് പിടിച്ചേ ഉമ്മ, ഞാൻ താങ്ങി ഒന്ന് നടന്നു പോകാം. ഉമ്മാന്റെ കയ്യിൽ തൂങ്ങിയിട്ട് വേച്ച് വേച്ച് മെല്ലെ മെല്ലെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അർഖം ഇബ്നുൽ അർഖമിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് അടുക്കുമ്പോൾ അകത്തുനിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് പറയുന്നു, അല്ലയോ നബിയേ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വരുന്നുണ്ട് നബിയേ. ഓടി നബി തങ്ങൾ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. ഉടനെ റസൂലുള്ളാഹിനോട് പറയാണ്, അല്ലയോ ഹബീബായ നബിയേ, എത്രയോ മണിക്കൂറായി ഞാൻ ബോധരഹിതനായി കിടന്നതാണ്, ബോധം തെളിഞ്ഞിട്ട് വെള്ളം കിട്ടിയിട്ടില്ല, അത് കുടിക്കാൻ എന്റെ മനസ്സനുവദിച്ചിട്ടില്ല, തങ്ങളെ കാണാതെ കുടിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്ന് വെള്ളം തരണേ നബിയേ. കൗസർ കോരിക്കൊടുക്കേണ്ട നേതാവ് അതാ വെള്ളം കൊടുക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കുടിക്കുകയാണ്. ഇതല്ലേ മഹാന്മാരുടെ സ്നേഹം. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഹറാമുകൾ ചെയ്ത് നബിതങ്ങളിൽ നിന്ന് അകലാൻ പാടില്ല. സുന്നത്തുകൾ മറന്നിട്ട് മുത്തുനബിതങ്ങളെ വിട്ടകലാൻ പാടില്ല. നമ്മുടെ മക്കളെ മുത്തുനബിതങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ പെൺമക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്തണം. അവരെ ഇൽമിയായി ഉയരുന്നതിൽ സന്തോഷിക്കണം. അവര് സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആകാൻ വേണ്ടി ദുആ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയായാൽ എല്ലാത്തിലും ഉപരി ഹബീബായ നബിതങ്ങളെ ഒന്ന് മഹബ്ബത്ത് വെച്ചാൽ കാന മഈ ഫിൽ ജന്ന, എന്നാൽ അവർ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അല്ലാഹുവേ, ഹബീബിനോട് ഞങ്ങളുടെ ഖൽബിൽ വലിയ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. അവസാനം കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നൽകിയിട്ട് മുത്തുനബി തങ്ങളുടെ സ്നേഹലോകത്ത് ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം റഹ്മാനേ. ഒരു 10 തഹ്ലീല് താജുൽ ഉലമാ തങ്ങളുടെ പേരിൽ ചെല്ലണം, ഒരു 10 സ്വലാത്തും ചെല്ലണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം.
അല്ലാഹു തആല മഹാനരായ താജുൽ ഉലമാ തങ്ങളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ മുത്തുനബി തങ്ങളുടെ ലിവാഇന് കീഴിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഒരു 10 സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധുവായ മുസ്ലിം സഹോദരി കിഡ്നി രണ്ടും തകരാറിലായി മിംസ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്തു വരികയാണ്. അല്ലാഹുവേ നീ ശിഫാ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ വിട്ടുമാറാത്ത പനിയും മറ്റു അസുഖങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു ആ സഹോദരിയുടെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാർ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നവരും സഹകരിക്കുന്നവരുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി തങ്ങളവറുകളുടെ സ്ഥാപനം തൊട്ടടുത്താണ്. അൽഹംദുലില്ലാഹ്, അവിടുത്തെ ബദറിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ, ആ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങൾക്ക് സേവനം ചെയ്യുന്നവർ ഒക്കെയാണ് നിങ്ങൾ എന്നെനിക്കറിയാം. പലതവണയും തങ്ങളുടെ ദർസിലും അതുപോലെ അവിടുത്തെ ബദർ മൗലിദിന്റെ മജ്‌ലിസിലും വരാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ നേതൃത്വം ഈ നാട്ടിൽ കിട്ടിയത് അത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു തആല ആ കുടുംബത്തിലൂടെ നമ്മുടെ കേരളത്തിന്, ഇന്ത്യക്കും ലോക മുസ്ലിങ്ങൾക്കും വലിയ ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇന്ന് എന്റെ നാടിനടുത്താണ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് മജ്‌ലിസും ദുആയുള്ളത്. അപ്പൊ ഞാൻ തങ്ങളുടെ നാടിനടുത്തും ഇങ്ങോട്ടുമാണ് വന്നിട്ടുള്ളത്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ അവിടുത്തെ ദർസും സ്ഥാപനങ്ങളും മജ്‌ലിസും പള്ളികളും എല്ലാം അല്ലാഹു തആല ഇസ്സത്തിലാക്കുമാറാകട്ടെ. ഈ നാട്ടുകാർ അതിനൊക്കെ വേണ്ട ഒത്താശകളും സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ്. അതുപോലെ ഇവിടെ പരിസരത്തൊക്കെ ദർസുകൾ ഉണ്ടാകും, അതിനൊക്കെ സഹായിക്കുന്നവർ, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ ഒക്കെ ഉണ്ടാകും. അല്ലാഹു അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഒരു 10 തഹ്ലീൽ ചൊല്ലി താജുൽ ഉലമാ തങ്ങളുടെ ഹദറത്തിലേക്ക് സ്ഥലം അനുവദിച്ചു തന്നവർ ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാവരും തഹ്ലീൽ ചൊല്ലി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഹദറത്തിലേക്ക് നമ്മൾ ഹദിയ ചെയ്യണം. അലീമായ റബ്ബ് അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. താജുൽ ഉലമാ എന്ന ആ തലവാചകം പോലെ നമ്മുടെ ആലിമീങ്ങളും സയ്യിദന്മാർക്കും ഒക്കെ വലിയ കിരീടമായി ഇന്നും എന്നുമുള്ള നേതാവ് അല്ലാഹു തആല അവിടുത്തെ തണൽ നമ്മുടെ പ്രവർത്തനത്തിനും പ്രസ്ഥാനത്തിനും ഒക്കെ നൽകുമാറാകട്ടെ. അതുപോലെ നിങ്ങൾ എല്ലാവരും തഹ്ലീലും സ്വലാത്തും ചൊല്ലുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഈ സദസ്സിന് വേണ്ടി നൽകണം. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ എല്ലാവരും ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് നിയച്ച് തഹ്ലീൽ ചൊല്ലുകയും ആ സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകണം. വേദിയിൽ ബഹുമാനപ്പെട്ട ഇരിങ്ങല്ലൂർ ഉസ്താദ്, ബാബ ഹസനി ഉസ്താദ് തുടങ്ങിയുള്ള ആലിമീങ്ങളും അതുപോലെ തന്നെ സയ്യിദന്മാരും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ദുആയിൽ അവരൊക്കെ പങ്കാളികളാവും, നേതൃത്വം നൽകും. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും മുസാഫഹത്ത് കഴിഞ്ഞ് നിങ്ങൾ ഇരിപ്പിടങ്ങളിൽ ഇരുന്നാൽ ബഹുമാനപ്പെട്ട PK ഇരിങ്ങല്ലൂർ ഉസ്താദിന്റെ അല്പസമയത്തെ സംഭാഷണം നിങ്ങളോട് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ